ദൈവവചന ചിന്തകളിലേക്ക് വളരെ പ്രാർത്ഥനയോടെ ഞാൻ പ്രവേശിക്കുകയാണ്. രണ്ട് ഭാഗങ്ങൾ പുതിയ നിയമസഭയിൽ നിന്നും പുതിയ നിയമസഭയ്ക്ക് മനസ്സിലാകുന്ന രണ്ട് വാക്യങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് ഞാൻ വായിച്ചു കേൾപ്പിക്കുന്നു. കൊരിന്ത്യ സഭയ്ക്ക് പൗലോസ് എഴുതിയ 1-ാമത്തെ ലേഖനം 11-ാമത്തെ അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യം പ്രാരംഭത്തിൽ വായിക്കാം. ശേഷം അതേ ലേഖനം തന്നെ 2-ാം അധ്യായം 2-ാം വാക്യം കൂടെ ആമേൻ പൊതുസഭയെ വായിച്ചു കേൾപ്പിക്കുന്നു. കൊരിന്ത്യ സഭയ്ക്ക് പൗലോസ് എഴുതിയ 1-ാമത്തെ ലേഖനം 11-ാമത്തെ അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യം പ്രാരംഭത്തിൽ വായിക്കുന്നു. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ, കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ, കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി. ഈ വാക്യം ഒരുപക്ഷെ ഈ ദേശത്തിന് അത്ര പരിചയം അല്ലെങ്കിൽ പോലും ഇവിടെ ഇരിക്കുന്ന വേർപെട്ട, രക്ഷിക്കപ്പെട്ട, സ്നാനപ്പെട്ട, തിരുവത്താഴ ശുശ്രൂഷകളിൽ പങ്കാളിത്തം സ്വീകരിക്കുന്ന ദൈവമക്കൾക്ക് അല്ലെങ്കിൽ കർത്താവിൻ്റെ അഭിഷക്തന്മാർക്ക് ഈ വാക്യം ഏറെ പരിചയമുള്ള വാക്യമാണ്. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ, കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി. പുതിയ നിയമസഭയ്ക്ക് കർത്താവ് കൽപ്പിച്ചാക്കിയ അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ ശുശ്രൂഷകളുടെ ഒരു ഭാഗമാണ് തിരുവത്താഴ ശുശ്രൂഷ. ആ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ പാകത്തിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വാക്യം. അതുകൊണ്ടാണ് ആമുഖ സന്ദേശത്തിൽ ഞാൻ പറഞ്ഞത് പൊതുസഭയ്ക്ക് ഈ വാക്യം വളരെ പരിചയമുള്ള വാക്യമാണ്. എന്നാൽ ഇന്ന് രാത്രിയിൽ ഇതിനകത്തിരിക്കുന്നവരോട് സംസാരിക്കുന്നു എന്നതിനേക്കാളും അപ്പുറം ഈ ദേശത്തോട് പങ്കുവയ്ക്കാൻ പാകത്തിൽ ഒരു ദൂത് ആ വാക്യത്തെ നടത്തിയെടുത്ത് ഒരു പ്രാവശ്യം പോലും വിശുദ്ധ വേദപുസ്തകം വായിച്ചിട്ടില്ലാത്തവരും ഒരു പ്രാവശ്യം പോലും വേദപുസ്തകം എന്തെന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാത്തവരുമായ എൻ്റെ രക്തത്തിൻ്റെ രക്തവും എൻ്റെ മാംസത്തിന് മാംസവുമായി ഞങ്ങളുടെ കൂട്ടു സഹോദരങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഈ ദേശത്തിനകത്ത് അവർക്ക് കൂടെ മനസ്സിലാകാൻ പാകത്തിൽ വളരെ ശാന്തമായി ഒരു കൊച്ചു സന്ദേശം, ഒരു വലിയ പ്രസംഗമായിട്ടൊന്നും അതിനെ ചിന്തിക്കേണ്ട, അത് ഈ ദേശത്തോട് പങ്കുവെക്കുന്ന ഒരു കൊച്ചു സന്ദേശമായി സംസാരിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ആ വാക്യം ആവർത്തിച്ച് വായിക്കുമ്പോൾ അതിനകത്തൊരു പദം ശ്രദ്ധേയമാണ്. കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ. അതിശക്തനായ പൗലോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യന് പുതിയ നിയമസഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ ആ മനുഷ്യൻ പറയുന്നു, കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്തത് ഒരു രാത്രിയാണ്. സ്തോത്രം. രാത്രി എന്നുള്ള വാക്കിനെ ഞാനൊരു ആത്മീയ ദൂതായിട്ട് തിരിച്ചു കൊണ്ടുവരാം. അതൊരു ഇരുട്ടിൻ്റെ മേഖലയായിട്ട് ഇന്ന് രാത്രി ഞാൻ പറഞ്ഞ് പരിചയപ്പെടുത്തുക. അപ്പോൾ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രി, ആ ഇരുട്ട് മൂടക്കിടന്ന, ഇരുട്ട് മൂടിയിരുന്ന ഒരു പ്രത്യേക അന്തരീക്ഷം എന്ന് വെച്ചാൽ, പകലിൻ്റെ വെളിച്ചത്തിനകത്ത് കർത്താവിനെ കാണിച്ചു കൊടുക്കാതെ, സൂര്യൻ ഉദിച്ചുയർന്നു നിൽക്കുന്ന പകലിൻ്റെ വെളിച്ചത്തിൽ തമ്പുരാനെ കാണിക്കാതെ, അകത്ത് കയ്പ് നിറഞ്ഞ്, അകത്ത് പക നിറഞ്ഞ്, അകത്ത് കാര്യങ്ങളെല്ലാം ഗൂഢാലോചന ചെയ്ത് യൂദ യേശുവിനെ കാണിച്ചു കൊടുത്തതൊരു രാത്രി എന്ന് വേദപുസ്തകം പഠിപ്പിക്കുക. അതൊരു ഇരുട്ടിൻ്റെ സ്വാധീനം മറഞ്ഞിരിക്കുന്ന രാത്രി. എന്നാൽ ഇന്ന് രാത്രിയിൽ യേശു കടന്നുപോയ ആദ്യത്തെ ഇരുട്ടിൻ്റെ സംഭവമൊന്നുമല്ല ഇത്. യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയെക്കുറിച്ച് പൗലോസ് പറയുന്നെങ്കിലും യേശു കടന്നുപോയ ആദ്യത്തെ ഇരുട്ടിൻ്റെ സ്വാധീനമൊന്നുമല്ല ഇത്. പിന്നെയോ യേശുവിൻ്റെ ജനനം ഒരു രാത്രിയിലായിരുന്നെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. അർത്ഥം, ഇരുട്ട് മാത്രം മൂടിയിരുന്ന ഒരു പ്രത്യേക അന്തരീക്ഷത്തിലാണ് യേശു ജനിച്ചത്. യേശുവിൻ്റെ ജനനം ഇരുട്ടിനെ തോൽപ്പിച്ചൊരു ജനനമായിരുന്നെന്ന് ഇന്ന് രാത്രി ഞാൻ പറയുമ്പോൾ ഹൃദയം തുറന്നത് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുക. ഞാൻ ആ വാക്ക് ആവർത്തിക്കുന്നു. യേശു ജനിച്ചത് ഒരു ഇരുട്ടിൻ്റെ അല്ലെങ്കിൽ ഇരുട്ട് മൂടിയിരുന്ന അന്തരീക്ഷത്തിലാണ് സത്യ വെളിച്ചത്തിൻ്റെ നായകൻ ദേശത്തിലേക്ക് വന്ന് പിറന്നു വീണത്. അങ്ങനാണെങ്കിൽ ഇന്ന് രാത്രി വചനം ശാന്തമായി ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആത്മാവിലും അകതാരിലും ഞാൻ പ്രത്യാശിക്കുകയാണ്, ഇരുട്ട് മൂടിയിരിക്കുന്ന അന്തരീക്ഷത്തിൻ്റെ നടുവിൽ ഒരു സത്യ വെളിച്ചം, ഒരു സന്ദേശം പോലെ ഉദിച്ചാൽ അതിനേക്കാൾ സന്തോഷിപ്പാൻ വകുപ്പുള്ള മറ്റൊരു കാര്യമില്ല. സ്തോത്രം. ഇരുട്ട് മാത്രം മൂടിയിരിക്കുന്ന അന്തരീക്ഷത്തിൽ വെളിച്ചം ഉദിക്കുമോ? ഉറപ്പിച്ച് ഞാൻ പറയാം, ഇരുട്ട് മാത്രം മൂടിയിരിക്കുന്നത് വീടിനകത്താണെങ്കിലും ഭാവിക്കകത്താണെങ്കിലും തലമുറയ്ക്കകത്താണെങ്കിലും ഒരു വെളിച്ചത്തിൻ്റെ നായകൻ ഉദിച്ചാൽ അതിൽ പരം സന്തോഷിപ്പാൻ വേറൊന്നും
മാറാനൊന്നുമില്ല. അങ്ങനാണെങ്കിൽ ഇന്ന് രാത്രി യോഗത്തിനകത്തിരിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ ഇന്ന് രാത്രി പ്രാർത്ഥിച്ചിട്ട് പറയണം, അപ്പാ എൻ്റെ തലമുറ കണ്ടെത്തേണ്ട ഏറ്റവും വലിയ സത്യം എന്ന് പറയുന്നത് എങ്ങനെ കാനഡയ്ക്ക് പോകാം, എങ്ങനെ ഇതര മേഖലകൾക്കകത്ത് വേരുറപ്പിക്കാം, എങ്ങനെ അവൻ്റെ ഭാവി സ്ഥിരമാക്കാം എന്നല്ല, അതിനേക്കാളും അപ്പുറം ഇരുട്ട് മൂടിയിരിക്കുന്ന അന്തരീക്ഷത്തിൻ്റെ നടുവിൽ ഒരു വെളിച്ചത്തിൻ്റെ മഹത്വം അവന് വേണ്ടി വീശിയാൽ അതിനേക്കാൾ സന്തോഷം മറ്റൊന്നുമില്ല. വിശ്വസിക്കുന്നവർക്കായി നന്ദിയോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുക. അപ്പൊ യേശുവിൻ്റെ ജനനം ഒരു രാത്രിയിലാണ്, അല്ലെങ്കിൽ ഇരുട്ടിൻ്റെ മറപിടിച്ചാണ്. തീർന്നില്ല. യേശുവിൻ്റെ ശുശ്രൂഷ ആരംഭിച്ചത് ഇരുട്ടിൻ്റെ ഗലീലയിലാണ്. അർത്ഥം ഒരിക്കലും സാധ്യതയില്ല എന്ന് മാനവരാശി വിധി പറഞ്ഞ് തള്ളിമാറ്റിയ ഇരുട്ട് മൂടപ്പെട്ടിരിക്കുന്ന ഒരു ഗലീലയ്ക്കകത്ത് തമ്പുരാൻ തൻ്റെ ശുശ്രൂഷകൾ തുടങ്ങിയെങ്കിൽ ഇന്ന് രാത്രിയിൽ ഈ ദേശമേ ഹൃദയം തുറന്നൊരു വാക്കാത്മാവിൽ സ്വീകരിക്കണം. അപ്പാ ഇന്ന് രാത്രിയിൽ ഇരുട്ട് മാത്രം മൂടിയിരിക്കുന്ന അന്തരീക്ഷത്തിന് നടുവിൽ നിന്റെ ശുശ്രൂഷകളെ നീ ഞങ്ങൾക്ക് വേണ്ടി ആരംഭിക്കുന്ന ഒരു രാത്രിയായി രാത്രി മാറണം എന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുന്നു. ഇരുട്ട് മാത്രം മൂടിയിരിക്കുന്ന ഒരു ഗലീലയ്ക്കകത്ത് യേശു തൻ്റെ ശുശ്രൂഷകൾ ആരംഭിക്കുക. തീർന്നില്ല. യേശുവിൻ്റെ പ്രാർത്ഥനകളിൽ മെജോറിറ്റി ഭാഗം തമ്പുരാൻ പ്രാർത്ഥിച്ചത് ഉദിച്ചുയർക്കുന്ന സൂര്യൻ്റെ അന്തരീക്ഷത്തിൻ്റെ വെളിച്ചത്തിൻ്റെ നടുവിലല്ല. പിന്നെയോ യേശുവിൻ്റെ പ്രാർത്ഥനകളിൽ മെജോറിറ്റി ഭാഗം യേശു പ്രാർത്ഥിച്ചത് രാത്രിയുടെ യാമങ്ങളിൽ എന്ന് വേദപുസ്തകം പറയുന്നു. അർത്ഥം ഇന്ന് രാത്രി ഇരുട്ടിനെ തോൽപ്പിക്കണമെങ്കിൽ പോക്കറ്റിലെ പണം പോരച്ച, ഇരുട്ടിൻ്റെ സ്വാധീനങ്ങളെ തോൽപ്പിക്കണമെങ്കിൽ ആൾബലം പോരാ, ഇരുട്ടിൻ്റെ സ്വാധീനങ്ങളെ തോൽപ്പിക്കണമെങ്കിൽ നേതാക്കന്മാരുടെ പിൻബലം പോരാ, പിന്നെയോ ഇരുട്ടിൻ്റെ സ്വാധീനങ്ങളെ തോൽപ്പിക്കണമെങ്കിൽ ഒരു പ്രാർത്ഥനയുടെ അഭിഷേകം വേണം. വേദപുസ്തകം അത് പറയുക. ഇരുട്ടിൻ്റെ സ്വാധീനങ്ങളെ ജയിക്കാൻ അരുമനാഥൻ തമ്പുരാൻ രാത്രികൾ പകലുകളാക്കി പ്രാർത്ഥിച്ചു. ഇന്ന് രാത്രി യോഗത്തിനകത്തിരിക്കുന്നവരെ നോക്കി ആത്മാവിൽ ഞാനൊരു ദൂത് കൈമാറ്റം ചെയ്യട്ടെ. ഇനിയും മാറാത്ത ഇരുട്ടിൻ്റെ തലങ്ങൾ നമ്മുടെ വീടുകൾക്കകത്ത്, റൂമുകൾക്കകത്തുണ്ടെങ്കിൽ, നമ്മുടെ കാൽച്ചുവടുകൾക്കകത്തുണ്ടെങ്കിൽ ഒറ്റ കാര്യം ചെയ്താൽ മതി. പോക്കറ്റിലെ പണം അതിന് പ്രാപ്തമാകത്തില്ല. പക്ഷേ ഇന്ന് രാത്രി പ്രാർത്ഥന നാവിൽ നിന്ന് ഒരുത്തൻ ഉയർത്തിയാൽ അവൻ്റെ മുമ്പിൽ ഇരുട്ടിൻ്റെ സ്വാധീനങ്ങളെ ജയിപ്പിക്കാൻ ഒരു മഹത്വം സ്വർഗം അവന് വേണ്ടി വീശിയടിപ്പിക്കും. വേദപുസ്തകം പറയുന്നു. ഇങ്ങനെ യേശുവിൻ്റെ ജനനം ഇരുട്ടിൻ്റെ മറപിടിച്ചു, പിന്നെ യേശുവിൻ്റെ ശുശ്രൂഷ ഇരുട്ടിൻ്റെ ഗലീലയിൽ, പിന്നെ യേശുവിൻ്റെ പ്രാർത്ഥന ഇരുട്ടിൻ്റെ അകത്തളങ്ങളിൽ യേശു വെളിച്ചത്തിൻ്റെ നായകൻ പ്രാർത്ഥിച്ചു കയറുക. അങ്ങനെ തുടങ്ങുന്നു. യേശു ഇരുട്ടിൻ്റെ മേഖലകളിലൂടെ കടന്നു പോകുക. തമ്പുരാൻ പെസഹ ആചരിച്ചത് പ്രത്യേക ചില അന്തരീക്ഷം, സന്ധ്യാസമയം, രാത്രിയോട് അടുക്കുന്ന സമയം വേദപുസ്തകം പറയുന്നു. തീർന്നില്ല. ഈ വാക്യം വായിച്ചപ്പോൾ അതിനകത്തും രേഖപ്പെടുത്തിയിരിക്കുന്നു യേശുവിനെ കാണിച്ചു കൊടുത്തത് ഒരു രാത്രിയാണ്. ഇനി ആ രാത്രിയെക്കുറിച്ച് പൗലോസ് പറയുന്ന മറ്റൊരു വാക്യം നമ്മൾ വായിച്ച അതേ കൊരിന്ത്യ സഭയുടെ ലേഖനം തന്നെ 2-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: ക്രൂശിക്കപ്പെട്ടവനായ യേശുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ നിർണയിച്ചു. ഇനി ആ വാക്യം ഒന്ന് സശ്രദ്ധം കേൾക്കണേ. ഒത്തിരി പരിചയമുള്ള വാക്യമായ കാരണത്താൽ ശ്രദ്ധിക്കാതെ പോകരുത്. അതിനകത്തൊരു ആത്മീയ ദൂത് മറഞ്ഞിരിപ്പുണ്ട്. വാക്യം ഇങ്ങനെ, എനിക്ക് തോന്നുന്നു നമ്മുടെ കൺവെൻഷൻ നോട്ടീസൊക്കെ അടിക്കുമ്പോൾ അതിനകത്ത് വലിയ അക്ഷരമായി നമ്മൾ എഴുതി വെക്കുന്ന വാക്യങ്ങളിലൊന്നാണ് ക്രൂശിക്കപ്പെട്ട. ഇന്ന് രാത്രി നിങ്ങളുടെ നോട്ടീസിലും ആ വാക്യം തന്നെ എഴുതിയിരിക്കുന്നത്. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ എന്ത് ചെയ്യുന്നു? പ്രസംഗിക്കുന്നു. അതേ വാക്യം പൗലോസ് ഇവിടെ പറയുക. രണ്ട് വാക്യങ്ങൾ ഒന്ന് ഇടകലർത്തി ചിന്തിച്ചേ. സ്തോത്രം. ഇരുട്ടിൻ്റെ മറവിൽ മരിച്ച ഒരു മനുഷ്യൻ, ഇരുട്ടിൻ്റെ മറവിൽ കാണിക്കപ്പെട്ട ഒരു മനുഷ്യൻ, അവൻ ഇരുട്ടിനകത്ത് ഒറ്റപ്പെട്ടു പോയവൻ, അവനെക്കുറിച്ച് പൗലോസ് പറയുക, ആ യേശുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ ആഗ്രഹിച്ചത് ക്രൂശിക്കപ്പെട്ട യേശുവിനെ അറിയാന്. പക്ഷെ 3-ാമത്തെ വാക്യം നിങ്ങൾ കണ്ടോ? ഞാൻ ബലഹീനതയോടും ഭയത്തോടും വളരെ നടുക്കത്തോടും കൂടെ നിങ്ങളുടെ ഇടയിലിരുന്നു. നിങ്ങൾ ആ വാക്യം, 2 വാക്യം ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. ആമേൻ. ക്രൂശിക്കപ്പെട്ട കർത്താവിനെ അല്ലാതെ മറ്റൊന്നും അറിയാൻ എനിക്ക് താല്പര്യമില്ല. ആ യേശുവിനെ അറിയാൻ അച്ഛാ നിങ്ങളുടെ നടുവിൽ ഞാൻ വന്നിരുന്നത് എന്ന് പൗലോസ് പറഞ്ഞിട്ട് 3-ാമത്തെ വാക്യം പറയാ, വന്നിരുന്നത് യേശുവിനെ അറിയാനാണെങ്കിലും ഇപ്പൊ ഇരിക്കുന്ന എങ്ങനെയാണെന്നറിയാമോ? ഞാൻ ബലഹീനതയോടും ഭയത്തോടും വളരെ നടുക്കത്തോടും കൂടെ നിങ്ങളുടെ ഇടയിൽ ഇരിക്കുക. ആഗ്രഹം എന്നാ? യേശുവിനെ ഒന്ന് അറിയണം. ആ രാത്രിയെ കുറിച്ചൊന്നറിയണം. ആ ഇരുട്ടിന്റെ മറപിടിച്ച് ജനിച്ചവനെ ഒന്നറിയണം. അവൻ എങ്ങനെ ഇരുട്ടിന്റെ സ്വാധീനം
സ്വാധീനങ്ങളെ തോൽപ്പിച്ച് ശുശ്രൂഷ ചെയ്തെന്നൊന്ന് എനിക്കറിയണം. ഇത് അറിയാനാ വന്നിരുന്നത്. പക്ഷേ ഇരുന്നപ്പോൾ സംഭവിച്ചത് ഭയത്തിൻ്റെ ആത്മാവ്, ബലഹീനതയുടെ ആത്മാവ്, നടുക്കത്തിൻ്റെ ആത്മാവ്. ഇന്ന് രാത്രി ഞാൻ ശാന്തമായി ഒന്ന് ചോദിക്കട്ടെ, ഇത് നമ്മുടെ അനുഭവമല്ലേ പ്രിയരെ? എനിക്ക് പലതും ഒന്ന് അറിയണം, എൻ്റെ ജീവിതം ഒന്ന് രക്ഷപ്പെടണം, എൻ്റെ പിള്ളേരൊന്ന് മാനിക്കപ്പെടണം, എനിക്കൊരു നന്മ കാണണം, എനിക്കൊരു രോഗശാന്തി കിട്ടണം എന്നൊക്കെ പറഞ്ഞാൽ വന്ന് ഇരുന്നത്. പക്ഷേ ഇരുന്നപ്പോൾ സംഭവിച്ചത് ഇടുക്കമാ, ഇരുന്നപ്പോൾ സംഭവിച്ചത് നടുക്കമാ, ഇരുന്നപ്പോൾ സംഭവിച്ചത് ബലഹീനതയാ. വന്ന് കേറിയത് പരാജയമായോ എന്ന് പോലും ചിന്തിച്ചവർ നമ്മുടെ നടുവിലുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? വന്ന് കേറിയത് അബദ്ധമായോ എന്ന് പോലും ചിന്തിച്ചവർ നമ്മുടെ നടുവിലുണ്ട്. രക്ഷിക്കപ്പെട്ടു പോയത് മണ്ടത്തരമായോ വാസേ എന്ന് ചിന്തിച്ചവർ പോലും നമ്മുടെ നടുവിലകത്തുണ്ട്. പക്ഷെ ഇന്ന് രാത്രി ഞാൻ ഉറപ്പിച്ചൊരു കാര്യം പറയാ, നീ യേശുവിനെ അറിയാൻ അടുത്തു വരുന്തോറും അതുവരെ ഇല്ലാത്തൊരു ഇടുക്കം വരും, അതുവരെ ഇല്ലാത്തൊരു ബലഹീനത വരും, അതുവരെ ഇല്ലാത്തൊരു നടുക്കം വരും. പക്ഷേ ഇരുട്ടിനെ തോൽപ്പിച്ചവൻ ആ സാഹചര്യത്തിൽ എൻ്റെ വലങ്കരത്തിൽ പിടിക്കുമെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് ഇന്ന് രാത്രി വിശ്വസിക്കാൻ കഴിയുന്നുണ്ട്? എന്ന് വെച്ചാൽ ഇടുക്കത്തിൽ എന്നെ കരം വിടാത്തൊരുത്തനുണ്ടച്ചാ, ഇടുക്കത്തിലും ബലഹീനതയിലും എന്നെ ഉപേക്ഷിക്കാത്തൊരുത്തനുണ്ട്. വേദപുസ്തകം പറയുന്നു, നൊന്തു പ്രസവിച്ച മാതാവ് നിന്നെ ഉപേക്ഷിക്കുമോ? പെറ്റ തള്ള നിന്നെ മറന്നാലും, യേശുവിന്റെ നാമത്തില് പെറ്റ തള്ള നിന്നെ മറന്നാലും, വാക്കടിവറിയിട്ട് കേട്ടോ, പെറ്റ തള്ള നിന്നെ മറന്നാലും ഞാൻ നിന്നെ ഒരു നാളും മറക്കില്ല, ഉപേക്ഷിക്കില്ല. ഇന്നത്തെ നിന്റെ ഇടുക്കം മാറും കേട്ടോ. ഇതൊരു പ്രവാചക ആത്മാവിൽ ഇന്ന് രാത്രി ഞാൻ ദൂതദേശത്തോട് കൈമാറ്റം ചെയ്യുക. ഈ ഇടുക്കം മാറും, ഈ ഞെരുക്കം മാറും, ഈ ബലഹീനത മാറും. നീ അറിയാൻ വന്നത് സസുദേശത്തോടെയാണെങ്കിൽ നീ അവനെ അറിഞ്ഞിരിക്കും. ഇരുട്ടിന്റെ മറവിനെ തോൽപ്പിച്ചവനെ നീ അറിയുമെന്ന് പറഞ്ഞാൽ ആത്മാവിൽ ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കൾ ദേശത്തിന്റെ 4 ദിക്കുകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് വടക്ക്, കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ് യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ തോൽപ്പിച്ച ഇരുട്ടിന്റെ സ്വാധീനങ്ങളുടെ അഭിഷേകം ഇന്ന് രാത്രി ദേശത്തിന്റെ നടുവിലും അതങ്ങനെ വെളിപ്പെട്ടു വരുമെന്ന് വിശ്വസിക്കുന്ന ദൈവത്തിന്റെ മക്കൾ ചേർന്ന് ഓ റബനം ശാതകരം ധേനകസ്തരം ശമാനകസിയാതനെ. ഞാൻ ആ വാക്ക് വീണ്ടും പറയാ, ഇരുട്ടിന്റെ മറവിനെ തോൽപ്പിച്ചവനെ അറിയാനാ നീ വന്നതെങ്കിൽ ആദ്യം നീ ഒരു ബലഹീനത നേരിടും, ആദ്യം ഒരു ഇടുക്കം നേരിടും, പിന്നെ നിനക്കൊരു ഞെരുക്കം നേരിടും. പക്ഷേ അതിന്റെ നടുവിൽ ദൈവം ശക്തിയോടെ നമ്മളെ പുറത്തു കൊണ്ടുവരും. സത്യമല്ലയോ? ഇത് നമ്മുടെ അനുഭവം അല്ലയോ പ്രിയപ്പെട്ടവരെ? ആമേൻ സ്തോത്രം. എമ്പാണ്ടൊക്കെ കാണൂന്ന് ചിന്തിച്ച പെന്തക്കോസിനകത്ത് ചാടിക്കുത്തി കയറി വന്നത്. എന്നിട്ട് ചിലർ പറയാം, അതുവരെ ഇല്ലാത്ത പ്രയാസം പാസ്റ്ററേ, അതുവരെ ഇല്ലാത്ത ബലഹീനത പാസ്റ്ററേ. ഇങ്ങോട്ട് കയറി വന്നപ്പോൾ കടഭാരം 3 ലക്ഷം ഉള്ളായിരുന്നു. പക്ഷേ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പെന്തക്കോസിനകത്ത് കയറിയപ്പോൾ ഇപ്പൊ ബാധ്യത 5 ലക്ഷമാ. അപ്പം നമ്മൾ പറഞ്ഞു അബദ്ധം പറ്റിയെന്ന് തോന്നുന്നു. എന്നാൽ ഇന്ന് രാത്രി ദൈവം പറയുന്നു, അബദ്ധം പറ്റിയതല്ല, ഇരുട്ടിനെ തോൽപ്പിച്ചത് എങ്ങനെയാണെന്ന് നിനക്ക് മനസ്സിലാകണ്ടേ? ഈ ബലഹീനതയെ നീ തോൽപ്പിക്കുമ്പോൾ നിനക്ക് മനസ്സിലാകും അവൻ എങ്ങനെ ഇരുട്ടിന്റെ സ്വാധീനങ്ങളെ തോൽപ്പിച്ചെന്ന് മനസ്സിലാകുന്നവർക്കാ ഞാൻ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം പറയുക. രക്തം ക്ഷയമെടുക്കുന്നു. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ, കൊരിന്ത്യ സഭയ്ക്ക് പൗലോസ് ലേഖനം എഴുതുമ്പോൾ പറയുന്ന വാക്കാണ്, ക്രൂശിക്കപ്പെട്ട യേശുവിനെ അറിയാൻ ഞാൻ വന്നു. ഇനി തുടക്കവാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. ആ വാക്യം കൂടെ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. സഹോദരന്മാരെ, ആ വാക്യം കേട്ടോ, നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ വചനത്തിന്റെയോ ജ്ഞാനത്തിന്റെയോ വൈഭവം കൂടാതെ, എന്ന് വെച്ചാൽ കടുകട്ടിയുള്ള പ്രസംഗമൊന്നും പ്രസംഗിക്കാനൊന്നുമല്ല ഞാൻ വന്നേ. പിന്നെ ഞാൻ എങ്ങനെ വന്നേ? സാക്ഷ്യം നിങ്ങളോട് പ്രസ്താവിക്കാനാ ഞാൻ വന്നേ. അപ്പൊ കൊരിന്ത്യ പട്ടണത്തിൽ പൗലോസ് വന്നത് സാക്ഷ്യം സംസാരിക്കാനാ, പ്രസംഗിക്കാനൊന്നുമല്ല. സ്തോത്രം. സാക്ഷ്യം പറയണം, ടെസ്റ്റിമണി പറയണം, ആ പട്ടണത്തെ ബലപ്പെടുത്താൻ ഭാഗത്തിൽ ഒരു സാക്ഷ്യം പറയണം. ഇത് പറഞ്ഞേച്ചും തിരിച്ചു പോകണം. ഈ ഒരു ഉദ്ദേശത്തോടു കൂടിയ പൗലോസ് കൊരിന്ത്യ പട്ടണത്തിനകത്തേക്ക് കയറിയത്. ഇനി പൗലോസിന്റെ സാക്ഷ്യം എന്നാന്നും കൂടെ കേൾക്കണം. പൗലോസിന്റെ സാക്ഷ്യം എന്നാന്നും കൂടെ കേൾക്കണം. സ്തോത്രം. പൗലോസ് ഈ പട്ടണത്തിൽ വരുന്നതിനേക്കാൾ മുമ്പ് പൗലോസ് നിന്ന മറ്റൊരു പട്ടണമുണ്ട്. അതാച്ച സാക്ഷ്യം. സ്തോത്രം. അല്ലാതെ പൗലോസ് രക്ഷിക്കപ്പെട്ടതിന്റെ സാക്ഷ്യം ഒക്കെ കാണുമായിരിക്കാം. പക്ഷെ ഇവിടെ വരുന്നതിന് തൊട്ടു മുമ്പ് പൗലോസ് നിന്നൊരു പട്ടണമുണ്ട്. ആ പട്ടണത്തിന്റെ സാക്ഷ്യമാണ് ഇപ്പൊ ഈ മനുഷ്യന്റെ അകത്ത് വ്യാപരിക്കുന്ന അഭിഷേകം. സ്തോത്രം. ഇനി ആ പട്ടണം ഏതാണെന്നറിയാമോ? പ്രവൃത്തിയുടെ പുസ്തകത്തിലേക്ക് വാ. പ്രവൃത്തിയുടെ പുസ്തകം, ആമേ സ്തോത്രം, അതെ, അതിന്റെ ആമേ സ്തോത്രം 17-ാമത്തെ അധ്യായം 22-ാം വാക്യം മുതൽ ഞാൻ വായിക്കാം. ഇപ്പൊ പൗലോസ് നിൽക്കുന്നത് അരയോപക്കുന്നില. സ്തോത്രം. അരയോപക്കുന്നിൽ അഥേന്യ പുരുഷന്മാരോട് പൗലോസ് പ്രസംഗിക്കുക. ഇനി നിങ്ങൾ ശാന്തമായി എന്നെ കേൾക്കണേ. ഈ അരയോപക്കുന്നിലെ അഥേന്യ പുരുഷന്മാരുടെ നടുവിലെ പ്രസംഗം കഴിഞ്ഞിട്ട് പൗലോസ് നേരെ കയറി ചെല്ലുന്ന പട്ടണമാ കൊരിന്ത്യ പട്ടണം. അപ്പൊ ഈ അരയോപക്കുന്നിലെ പ്രസംഗം എന്നായിരുന്നു? അവിടുത്തെ സാക്ഷ്യം എന്നാ? അതൊന്നും അറിയണ്ടേ? ഇനി ആ വാക്യങ്ങൾ വിശദീകരിക്കല്ല, ആ വാക്യം വേദപുസ്തകത്തിൽ നിന്ന് ഞാൻ വായിച്ചു കേൾപ്പിക്കുക. ഞാൻ ആ വാക്യം വായിക്കുന്നതിനേക്കാൾ മുമ്പ്
അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 11:22 മുതലുള്ള വാക്ക് ഇപ്പം ഞാൻ വായിക്കുന്നതിനേക്കാൾ മുമ്പ് ഒരു വാക്ക് ഞാനൊന്ന് ഇറങ്ങി പറയുകയാണ്. എൻ്റെ പ്രസംഗത്തിൻ്റെയും എൻ്റെ സാക്ഷ്യത്തിൻ്റെയും മുഴുവൻ ഉത്തരവാദിത്വം എൻ്റേത് തന്നെയാണ് കേട്ടോ. സ്തോത്രം. അത് ഇവിടുത്തെ സഭയ്ക്കൊന്നും ഉള്ളതല്ല, അത് ഇവിടുത്തെ സംഘടനക്കാർക്കൊന്നും ഉള്ളതല്ല. എന്നെ സ്നേഹിക്കുന്ന അഭിഷിക്തന്മാരെ എൻ്റെ പിറകിലിരിക്കുന്നതും മുമ്പിലിരിക്കുന്നതൊക്കെ ഞാനങ്ങ് വിശ്വസിക്കുക. സ്തോത്രം. പക്ഷേ എൻ്റെ പ്രസംഗത്തിൻ്റെയും എൻ്റെ വായിൽ നിന്ന് വീഴുന്ന സകല വാക്കുകളുടെയും എൻ്റെ സാക്ഷ്യത്തിൻ്റെയും മുഴുവൻ ഉത്തരവാദിത്വം അതെൻ്റേത് തന്നെയായിരിക്കും. സ്തോത്രം. ഇനി ഞാൻ ആ വാക്യം വിശദീകരിച്ച് പറയാം. അരയോപക്കുന്നിലെ പ്രസംഗത്തിലേക്ക് ഞാൻ വരിക. 22-ാം വാക്യം. പൗലോസ് അരയോപക്കുന്നിൽ മധ്യേ നിന്നുകൊണ്ട് പറഞ്ഞത് കേൾക്കണേ. അഥേന്യ പുരുഷന്മാരെ, നിങ്ങൾ എല്ലാറ്റിലും അതിഭക്തന്മാരെന്ന് ഞാൻ കാണുന്നു. എന്ന് വെച്ചാൽ ഭക്തിക്കൊരു കുറവൊന്നും ഇല്ല. സ്തോത്രം. ഭക്തി എന്ന് പറഞ്ഞാൽ എന്നാ ഭക്തിയാണ്? സ്തോത്രം. കാണുന്നതും കേൾക്കുന്നതും തൊടുന്നതും സ്പർശിക്കുന്നതും പോകുന്നതും എല്ലാം ഭക്തിയാ. സ്തോത്രം. അപ്പൊ ഈ അഥേന്യ പുരുഷന്മാരുടെ പ്രത്യേകത ട്രിവാൻഡ്രദേശത്തിന്റെ അല്ല, അഥേന്യ പുരുഷന്മാരുടെ പ്രത്യേകത കാണുന്നതെല്ലാവർക്കും ഭക്തിയാ. ഓക്കെ, നല്ല കാര്യം, ഭക്തി ഉണ്ടല്ലോ. പക്ഷെ 23-ാമത്തെ വാക്യത്തിൽ പൗലോസ് വരുമ്പോൾ ഇവരുടെ ഹൃദയം തുറന്നു പറയുന്ന ഒരു സന്ദേശമുണ്ട്. വാക്യം ഇങ്ങനെയാ: ഇങ്ങനെ നിങ്ങളുടെ ഭക്തി ഒന്നറിയാൻ വേണ്ടി ഞാൻ ഇവിടൊക്കെ ചുറ്റി നടന്നായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ചുറ്റി നടന്നപ്പോൾ നിങ്ങളുടെ പൂജാസ്ഥാനങ്ങളെ നോക്കുമ്പോൾ അജ്ഞാത ദേവൻ എന്നെഴുത്തുള്ളൊരു വേദിക്കല്ല് ഞാൻ കണ്ടു. സ്തോത്രം. എന്നാൽ നിങ്ങൾ അറിയാതെ പൂജിക്കുന്നത് തന്നെ ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. ക്രൂശിക്കപ്പെട്ട യേശുവിനെ അറിഞ്ഞ പൗലോസ് പറയുക, എനിക്കൊരറിവുണ്ട്, അവൻ ക്രൂശിക്കപ്പെട്ട കർത്താവാണ്, ഇരുട്ടിന്റെ മറപിടിച്ച് തോൽപ്പിച്ച കർത്താവാണ്. ആ അറിവ് വെച്ച് ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ അറിയാതെ പൂജിക്കുന്നത് തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നു. സ്തോത്രം. ഇനി എന്നാ പറയുന്നത്? ഇനി ആ വാക്ക് കേൾക്കണം. എന്തുവാ ഈ പറയുന്നത്? 24-ാമത്തെ വാക്യം. ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല. സ്തോത്രം. ഇതിന്ന് രാത്രി അഭിമന്യു പാസ്റ്ററായ എൻ്റെ സാക്ഷ്യമല്ല ഞാൻ പറയണേ, എൻ്റെ സാക്ഷ്യത്തിലേക്ക് ഞാൻ വരാം, അതവിടെ പിടിച്ചു നിർത്താം. സ്തോത്രം. പക്ഷെ ഇന്ന് രാത്രി ഞാൻ ഈ വായിച്ച വാക്യം കർത്താവിന്റെ ദാസന്റെ ആമുഖ പ്രസംഗത്തിനകത്ത് ആത്മനിയോഗത്തോട് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്. ഇതിനകത്ത് സത്യം മാത്രം എഴുതി വെച്ചിരിക്കുന്ന ഒരു പുസ്തകമാച്ചാ നമ്മൾ ചുമക്കുന്നത്. സ്തോത്രം. എന്ന് വെച്ചാൽ പോഷ്ക്ക് സംസാരിക്കാത്തൊരു പുസ്തകം. നിങ്ങൾക്കറിയാമോ, ലോകത്തിൽ എല്ലാറ്റിനും മാറ്റമുണ്ട്, പക്ഷെ മാറ്റമില്ലാത്തൊരു സംഗതി, അപ്ഡേഷൻ ഇല്ലാത്തൊരു സംഗതി നമ്മുടെ കയ്യിലിരിക്കുന്ന വേദപുസ്തകമാ. ചോർന്നൊരു ഹല്ലേലൂയ പറയാമോ? അച്ഛാ, നമ്മൾ ജീവിക്കുന്ന ഭൂമിക്ക് മാറ്റമുണ്ടെന്ന്. ഭൂമിക്ക് മാറ്റമുണ്ടോ? ഉള്ള ഭൂമിക്ക് മാറ്റമുണ്ട്. സ്തോത്രം. ഭൂമിയുടെ കാര്യം വിട്. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന് മാറ്റം വന്നോ? അപ്ഡേഷൻ വന്നോന്നോ? സ്തോത്രം. പണ്ടൊക്കെ പെന്തക്കോസ് യോഗം കഴിയുമ്പോൾ അപ്പച്ചന്മാർ തലനരച്ച പിതാക്കന്മാർ ഇതിനകത്തുണ്ട്. അവരോട് അനുഭവ സാക്ഷ്യം ചോദിച്ചാൽ അവർ പറയും, പണ്ടത്തൊക്കെ യോഗം കഴിയുമ്പോൾ എന്നായിരുന്നു വെച്ചാൽ കൊടുക്കുന്നത്? ഫുഡായിട്ട്. അല്ലെങ്കിൽ പിന്നെ കപ്പയും. സ്തോത്രം. ഇന്നോ ഫുഡിന് അപ്ഡേഷൻ വന്നോ? ഇന്ന് കുറഞ്ഞതൊരു പപ്സും ചായയെങ്കിലും. സ്തോത്രം. ഫുഡിന് അപ്ഡേഷൻ വന്നു. പോട്ടെ, ഇടുന്ന ഡ്രസ്സിന് അപ്ഡേഷൻ വന്നോ? വസ്ത്രത്തിന് അപ്ഡേഷൻ വന്നോ? വെച്ചാൽ പണ്ടത്തെയൊക്കെ സഹോദരന്മാരുടെ വസ്ത്രധാരണം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? പണ്ടത്തൊക്കെ സഹോദരന്മാരുടെ വസ്ത്രധാരണം, കാലിൻ്റെ ആ പാൻറ്റിൻ്റെ ഒക്കെ ആ വലിപ്പമൊക്കെ നിങ്ങളെടുത്തു. താഴെ വരുമ്പോൾ ഇത്രയോ നീളത്തിൽ കണ്ടിട്ടില്ല. സ്തോത്രം. കോളറിൻ്റെയൊക്കെ വലിപ്പം കണ്ടിട്ടുണ്ടോ? ജയന്റെ കോളർ പോലെ ഇത്രയോ നീളത്തിനകത്ത്. സ്തോത്രം. സഹോദരിമാരോട് ചോദിക്കുക, വസ്ത്രധാരണയ്ക്ക് മാറ്റം വന്നോന്നോ? പണ്ടൊക്കെ മീറ്റിങ്ങിനകത്ത് വന്നിരിക്കുമ്പോൾ നമ്മുടെ വസ്ത്രധാരണം എന്നായിരുന്നു അമ്മച്ചിമാരെ? ചട്ടയുമുണ്ട്. ഇന്നോ വസ്ത്രധാരണത്തിന് മാറ്റം വന്നു. അപ്പൊ ഭക്ഷണത്തിന് മാറ്റം വന്നു, താമസിക്കുന്ന ഭൂമിക്ക് മാറ്റം വന്നു, വസ്ത്രധാരണത്തിന് മാറ്റം വന്നു. സ്തോത്രം. ഇനി നിങ്ങൾ നിങ്ങളെ തന്നെ നോക്ക്, നിങ്ങൾക്ക് മാറ്റം വന്നോന്നോ? കഴിഞ്ഞ വർഷം ഇവിടെ യോഗം ഉണ്ടായിരുന്നല്ലോ. ആ വന്നിരിക്കുന്ന ആൾക്കാരെ നിങ്ങൾ അപ്പുറത്തിരിക്കുന്നത് നോക്കിക്കേ. ആണെങ്കിൽ അദ്ദേഹത്തിന് മാറ്റം ഉണ്ടോന്ന് ചുമ്മാതെങ്കിലും നോക്കുന്നു. മാറ്റം ഉണ്ടോന്നോ? നമ്മൾ പറയും, എന്നാ ബ്രദറെ കണ്ണാടിയൊക്കെ വെച്ചല്ലോ, എന്നാ ബ്രദറെ അവിടെ ഇവിടെയൊക്കെ തലയൊക്കെ നരച്ചല്ലോ. കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ ചർച്ചിനകത്ത് ഒരു ആൻറ്റിയെ കണ്ടപ്പോൾ അവിടെ ഇവിടെയൊക്കെ ചെമ്പിപ്പിച്ചു വെച്ചേക്കുക. ഞാൻ ചോദിച്ചു, എന്നാ ആൻറ്റി ഇതൊക്കെ മുടിയൊക്കെ ചെമ്പിച്ച്? നരയാ പാസ്റ്ററേ, നരയാ. സ്തോത്രം. നരയ്ക്ക് മറ്റേത് തേച്ചാൽ പോരെ, അത് തേച്ച് കഴിഞ്ഞാൽ കൂടുതൽ നരയ്ക്കും, ചെമ്പിപ്പിച്ചാൽ കുഴപ്പമില്ലെന്ന്. അപ്പോൾ മാറ്റം വന്നേ. സ്തോത്രം. ആള് മാറി, രീതി മാറി, നര വന്നു, കണ്ണാടി വെച്ചു, എന്തൊക്കെ മാറ്റം. പക്ഷേ എല്ലാറ്റിനും ഈ ഭൂമിയിൽ മാറ്റം വന്നിട്ടും മാറ്റം വരാത്തൊരു സംഗതി ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി നമ്മൾ ചുമക്കുന്ന വിശുദ്ധ വേദപുസ്തകം എന്ന് പറഞ്ഞാൽ സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം പറയാൻ പറ്റുന്ന ദൈവമക്കൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുക. അച്ഛാ, ലോകത്തിൽ എന്തും മാറും, പക്ഷെ വേദപുസ്തകം പറയുക, തമ്പുരാന്റെ വചനങ്ങൾക്ക് മാത്രം എന്തു വരത്തില്ല? മാറ്റം വരത്തില്ല. ഇന്ന് രാത്രിയിൽ യേശുവിനെ ചങ്കീറി പ്രസംഗിക്കുന്നതിന്റെ കാര്യം എന്നറിയാമോ? പുല്ലുണങ്ങും പൂവാടും
ചാടും. പക്ഷേ ദൈവവചനങ്ങൾക്ക് ഒരു മാറ്റവും ഇല്ല. മാറ്റമില്ലാത്ത വചനം ചുമക്കാൻ ഭാഗ്യം കിട്ടിയ ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുക. ആ വചനം നമ്മളെ നോക്കി പറയുകയാണ്, വാക്യ ലോകവും അതിലുള്ള സകലവും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട്. അടുത്ത വാക്ക് അടിവരയിട്ട് കേട്ടോ, കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ എന്ത് ചെയ്യുന്നില്ല? ദൈവം വാസം ചെയ്യുന്നില്ല. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഇന്ന് രാത്രി അറിവും ജ്ഞാനവും ബുദ്ധിയുള്ള പ്രിയപ്പെട്ടവരെല്ലാം എൻ്റെ മുമ്പിൽ ഇരിക്കുന്നേ, എൻ്റെ വാക്ക് നിങ്ങൾ ചെവികൊള്ളണ്ട. ബുദ്ധി കൊണ്ട് തീരുമാനിച്ചേ, ഒറ്റ വാക്കിനാൽ ഭൂലോകത്തെ പടച്ചുണ്ടാക്കിയ പടച്ച തമ്പുരാൻ നാം രണ്ട് കമ്പിയെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നാറ്റി ഒരു ചെറിയ ഓട് വിട്ട് അല്ലെങ്കിൽ ഷീറ്റും പടുത്തിട്ടേച്ചിരിക്കുന്ന കൊച്ചു സ്ഥലത്തിൽ ദൈവം വാസം ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ അച്ഛാ? ഇല്ലച്ചാ, ദൈവം അങ്ങനെ വാസം ചെയ്യത്തില്ല. എന്ന് വെച്ചാൽ അവൻ ഭൂലോകത്തെ പടച്ചുണ്ടാക്കിയ പടച്ച തമ്പുരാനാകുന്നത് കൊണ്ട് ഒരു കൊച്ചു കൂടാരത്തിൽ അവർ ഇറങ്ങി നിൽക്കുകയില്ലെന്ന് വേദപുസ്തകം പറയുന്നു. മനസ്സിലാക്കുന്നവർക്കായി നന്ദിയോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുക. എന്നിട്ട് അടുത്ത വാക്ക് പറയുക, അവൻ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല. എന്നിട്ട് അടുത്ത വാക്ക് കേൾക്കട്ടെ, അത് പ്രധാനപ്പെട്ട ഒരു വാക്യ, താൻ എല്ലാവർക്കും ജീവനും ശ്വാസവും. ആരാ? ജീവനുള്ള ദൈവം എല്ലാവർക്കും ജീവനും ശ്വാസവും സകലവും കൊടുക്കുന്നവനാകയാൽ വല്ലതിനും മുട്ടുള്ളവൻ എന്ന പോലെ മാനുഷിക ശുശ്രൂഷയാൽ അവൻ ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ല. എന്ന് വെച്ചാൽ ആ വാക്യത്തെ തന്മയത്വത്തോടെ മനസ്സിലാകുന്ന ഭാഷയിൽ ഞാൻ ഇങ്ങനെ പറയാം, ദൈവത്തിന്റെ കയ്യിൽ എല്ലാം ഉണ്ടെന്നേ, അവന്റെ കരത്തിനകത്തെല്ലാം ഇരിപ്പുണ്ട്. ആ ദൈവം മാനുഷിക കൈകളാൽ ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ലെന്ന് പറഞ്ഞാൽ ഞാൻ കൊടുക്കുന്ന 10 രൂപ ദൈവത്തിന് വേണ്ട. ഒരു സ്വത്രം പറഞ്ഞാട്ടെ. 5 രൂപയ്ക്ക് ഞാൻ മേടിച്ച് കത്തിക്കുന്ന മെഴുകുതിരി തമ്പുരാന് വേണ്ടെന്നൊരു സ്വത്രം പറഞ്ഞാട്ടെ. എന്നാ മനസ്സിലായി? സ്തോത്രം. ഞാൻ പൊട്ടിക്കുന്ന പടക്കം ദൈവത്തിന് വേണ്ടെന്ന്. കാരണം അവൻ ഇടിമിന്നലുകളെ ഉണ്ടാക്കുന്ന ദൈവം മാനുഷിക കൈകളാൽ അവൻ ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ല. വേദപുസ്തകം പറയുക, അവൻ മാനുഷിക കൈകളാൽ ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ലെന്ന് പറഞ്ഞിട്ട് 26-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, പക്ഷെ ഭൂതലത്തിലെങ്ങും കുടിയിരിക്കുവാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ ഉളവാക്കി. ഞാൻ ആ വാക്ക് വിശദീകരിക്കുന്നതിനേക്കാൾ കൂടുതൽ 29-ാമത്തെ വാക്യത്തിലേക്ക് വരിക. 29-ാമത്തെ വാക്യം, നാം ദൈവത്തിന്റെ സന്താനമെന്ന് വരികയാൽ ദൈവം മനുഷ്യന്റെ ശില്പവിദ്യയും സങ്കല്പവും കൊണ്ട് കൊത്തിയുണ്ടാക്കിയ പൊന്ന്, വെള്ളി, കല്ല് എന്നിവയുടെ സാദൃശ്യമെന്ന് നിരൂപിക്കേണ്ടതല്ല. അർത്ഥം ദൈവം കല്ലല്ലച്ച. ഒരു സ്വത്രം പറയാമോ? ദൈവം പൊന്നല്ലെന്ന്, ദൈവം വെള്ളിയല്ലെന്ന്, അങ്ങനെ ഏതെങ്കിലും ഒരു വസ്തുവിനകത്ത് കൊത്തിയുണ്ടാക്കിയ രൂപത്തിനകത്ത് പോലും അവൻ വസിക്കില്ല. എന്ന് വെച്ചാൽ അവൻ സർവശക്തനായ ദൈവമാണ്. മനസ്സിലാക്കുന്നവർക്കായി സ്തോത്രം. പിടികിട്ടുന്നുണ്ടോ? സ്തോത്രം. ഞാനൊരു കൊച്ചു ഉദാഹരണം പറയാം, അപ്പോൾ കുറേ കൂടെയൊക്കെ മനസ്സിലാക്കും. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ പ്രസംഗത്തിന് മുഴുവൻ ഉത്തരവാദിത്വം എൻ്റേതാ. സ്തോത്രം. ഒരു കൊച്ചു ഉദാഹരണം കൂടെ പറയാം, അപ്പോൾ കുറേ കൂടെ മനസ്സിലാവും. നാട്ടിലുള്ളൊരു സഹോദരൻ വിദേശ രാജ്യത്ത് പോയി. അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തിന് സന്തോഷത്തിൻ്റെ ഒരു വാർത്ത കേട്ടു. അദ്ദേഹത്തിൻ്റെ വൈഫ് പ്രഗ്നൻ്റാണ്. ഒത്തിരി സന്തോഷം ആ മനുഷ്യന് തോന്നി. ദീർഘനാളുകൾ ആഗ്രഹത്തിൻ്റെ തലമുറയായി ഒരു തലമുറ തനിക്ക് വേണ്ടി ജനിക്കാൻ പോവുക. കൊച്ചുരുവ എന്നുള്ള വാക്ക് കേട്ടപ്പോൾ അച്ഛൻ എങ്ങനെയും നാട്ടിലോട്ട് വരണം. പക്ഷെ കയറിപ്പോയതല്ലേ ഉള്ളൂ. അറബി ലീവ് കൊടുക്കുമോ? അറബി ലീവ് കൊടുക്കുകയില്ല. 1 വർഷമായി അദ്ദേഹം കടിച്ചു പിടിച്ചു. ആ 1 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹം വാർത്ത കേട്ടു, കൊച്ചു ജനിച്ചു. സ്തോത്രം. അദ്ദേഹത്തിന് എങ്ങനെയും നാട്ടിൽ വരണം, പക്ഷേ അറബി ലീവ് കൊടുക്കണില്ല. 2 വർഷമായി അറബി ലീവ് കൊടുക്കണില്ല. 3 ആയി, 4 ആയി, 5-ാമത്തെ വർഷം ഉദാഹരണമാണ് കേട്ടോ. 5-ാമത്തെ വർഷം അറബി പറയാന്നിരിക്കട്ടെ, മീനി നാട്ടിൽ പൊക്കോ 1 മാസത്തെ വെക്കേഷന് വേണ്ടി. അദ്ദേഹത്തിന് സന്തോഷമായി. 4 വയസ്സുള്ള തൻ്റെ കൊച്ചിനെ കാണാൻ വേണ്ടി ഒത്തിരി ആഗ്രഹത്തോടെ, ഒരുപാട് താല്പര്യത്തോടെ ഈ മനുഷ്യൻ വിദേശത്ത് നിന്ന് ആദ്യമായി തൻ്റെ കുഞ്ഞിനെ, 4 വയസ്സുള്ള കൊച്ചിനെ കാണാൻ വേണ്ടി നാട്ടിലോട്ട് കയറി വരിക. വീട്ടിലോട്ട് വന്നു. ഒരു കാറ് വീടിൻ്റെ മുറ്റത്ത് വന്നു നിന്നു. ഈ മനുഷ്യൻ കാറ് തുറന്ന്, ഡോറ് തുറന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോഴേ കാണുന്ന കാഴ്ച ഇങ്ങനാണെന്നിരിക്കട്ടെ. ഉദാഹരണം പറയുക, ഭാവന പറയുക, കാണുന്ന കാഴ്ച ഇങ്ങനാണെന്നിരിക്കട്ടെ. 4 വയസ്സുള്ള ചെറുക്കനുണ്ടല്ലോ, ഈ ചെറുക്കൻ താഴെ നിന്ന് കുറെ ചേറൊക്കെ കുഴച്ചുണ്ടാക്കി അതിനകത്തൊരു കൊച്ചു രൂപമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അവയെ നോക്കി ഇങ്ങനെ തൊഴികയോടെ പറയുക, പപ്പായെ, പപ്പ എപ്പോഴാ പപ്പായെ വരുന്നേ? പപ്പ വരുമ്പോൾ എനിക്ക് ചോക്ലേറ്റ് കൊണ്ടുവരുമോ? ഈ പറയുന്ന വാക്ക് കേട്ടാ ഈ പപ്പ കയറി വരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഈ കാഴ്ച കണ്ടോട്ടാ ഈ പപ്പ കയറി വരുന്നെങ്കിൽ, സത്യസന്ധമായി പറ, ഒരു നല്ല പപ്പയാണെങ്കിൽ എന്നാ ചെയ്യും? ട്രിവാൻഡ്രത്തെ പപ്പമാരുടെ കാര്യം എനിക്ക് അറിയാൻ പാടില്ല. ഞങ്ങളുടെ കൊട്ടാരക്കരയിലെ പപ്പമാരാണെങ്കിൽ ആദ്യം പെടുകരമുയർത്തി ശക്തിയോടെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ മറ്റേതിനേക്കാൾ ദൈവ സാന്നിധ്യം ഇന്ന് രാത്രി യോഗത്തിനകത്ത് ഇറങ്ങി വരട്ടെ. ഹല്ലേലൂയ. ഈ അരയോവക്കുന്നിലെ ശക്തമായ ഒരു പ്രസംഗം കഴിഞ്ഞിട്ട്
18-ന്റെ 1-ാമത്തെ വാക്യത്തിൽ പൗലോസ് നേരെ കയറി ചെല്ലുന്നു. അവിടെ ചെന്നിട്ട് അവരോട് പറയുക, സാക്ഷ്യം പറയാനാ വന്നേ എന്ന് വെച്ചാൽ കടുകട്ടിയുള്ള അരയോപക്കുന്നിലെ അതേനിയ പുരുഷന്മാരുടെ വേദിക്കല്ലിനെ പൊട്ടിച്ചതിനെ തോൽപ്പിച്ച് എൻ്റെ അറിവ് ഞാൻ അവരോട് പങ്കുവച്ചപ്പോൾ ആമേൻ സ്തോത്രം, അവിടെ സംഭവിച്ചതിനേക്കാൾ ശക്തിയുള്ള മഹത്വം കൊരിന്ത്യ പട്ടണത്തിലും നടക്കും. ഇതാ പൗലോസിന്റെ സാക്ഷ്യം. അങ്ങനാണെങ്കിൽ ഇന്ന് രാത്രി പൊതുവേദിക്കകത്ത് പ്രവചന ശബ്ദത്തിന് വലിയ പ്രസക്തി ഒന്നുമില്ല. പക്ഷേ ഇന്ന് രാത്രി ഈ മീറ്റിങ്ങിന്റെ പിന്നിൽ അത്യുദ്ധാനം ചെയ്യുന്ന അഭിഷക്തനെ ഉറപ്പിച്ച് ഞാൻ പറയാം, അവിടങ്ങളിൽ നടക്കുന്നതിനേക്കാൾ ശക്തിയുള്ള മഹത്വം ഈ യോഗത്തിനകത്ത് തമ്പുരാൻ ചെയ്യുമെന്ന് പറഞ്ഞാൽ എത്ര പേർ ഇന്ന് രാത്രി തുടക്കരാത്രി ആയിട്ടുള്ളൂ കേട്ടോ. തുടക്കരാത്രി ആയിട്ടുള്ളൂ. ഹൃദയം തുറന്ന് വിശ്വസിക്ക്. തുടക്കരാത്രി ആയിട്ടുള്ളൂ. അടുത്ത ദിവസങ്ങളിൽ അടുത്ത അഭിഷക്തന്മാരോട് ഇതിനേക്കാൾ ശക്തിയുള്ളവർ, ഇതിനേക്കാൾ അത്ഭുതമുള്ളത് അവിടെ ദൈവം ചെയ്തെങ്കിൽ ഇവിടെയും ചെയ്യും. വിശ്വസിക്കുന്നുണ്ടോ? ആ പട്ടണത്തിൽ ദൈവം ചെയ്തെങ്കിൽ ഈ പട്ടണത്തിൽ ദൈവം ചെയ്യൂ. ആ മനുഷ്യനെ ദൈവം സൗഖ്യമാക്കിയെങ്കിൽ ഇവിടെയും സൗഖ്യങ്ങൾ വെളിപ്പെട്ട് വരും. വിശ്വസിക്കുന്നവർക്കായി നന്ദിയോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുക. പൗലോസ് പറയുകയാണ്, സാക്ഷ്യം പറയാനാ വന്നത്. ആ സാക്ഷ്യമാ ക്രൂശിക്കപ്പെട്ട യേശുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണം. യേശുവിനെ അറിയണം. താങ്ക് യു അച്ഛാ. യേശുവിനെ അറിയണം. എന്നാ? യേശുവിനെ അറിയണം. അടുത്തിരിക്കുന്നൊക്കെ കരമൊക്കെ കൊടുത്തിട്ട് പറഞ്ഞിട്ടായി വേറൊന്നും അറിഞ്ഞില്ലെങ്കിൽ സാരമില്ല ബ്രദറെ, യേശുവിനെ അറിയണമെന്ന് പറ. സ്തോത്രം. ആധാർ കാർഡും പാൻ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തില്ല എന്നെങ്കിലും സംഭവിക്കുമോ? അതൊന്നും അറിഞ്ഞില്ലെങ്കിൽ സാരമില്ല. റേഷൻ കാർഡിൽ നിന്ന് പേര് വെട്ടി എന്നെങ്കിലും സംഭവിക്കുമോ? പാസ്റ്റേ അതൊക്കെ അറിയണ്ടെന്നല്ല, അതൊക്കെ അറിയണം കേട്ടോ. സ്തോത്രം. ഇപ്പോഴത്തെ ഇനി ഇലക്ഷൻ നടക്കാൻ പോകുമ്പോൾ ആരാ കയറി, അതൊക്കെ അറിയണം. അതൊക്കെ ഒരു മനുഷ്യൻ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. പക്ഷെ അതൊന്നും അറിയാൻ പറ്റിയില്ലേലും കുറഞ്ഞതൊരു കാര്യം അറിയണം, യേശുവിനെ ഒന്ന് അറിയണം. സ്തോത്രം. അപ്പൊ യേശുവിനെ അറിയുക എന്നുള്ള വാക്കിനെ പിടിച്ചു നിർത്തി 3 കാര്യങ്ങൾ അതിൽ നിന്ന് ഞാൻ സംസാരിക്കാം. 1, യേശുവിൻ്റെ ജനനം അറിയണം. 2, യേശുവിൻ്റെ പ്രവൃത്തികളെ അറിയണം. 3, യേശുവിൻ്റെ ക്രൂശ് എന്നറിയണം. ഈ 3 കാര്യങ്ങൾ പറഞ്ഞു തീരുമ്പോൾ കർത്താവിൻ്റെ ദാസൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ആത്മനിയോഗത്തോടെ 10 പേരാണെങ്കിലും അത്രയൊന്നും പോകാൻ പറ്റിയില്ല. 10:15 യോഗ അവസാനിപ്പിക്കണം. നാളെ രാവിലെ മീറ്റിംഗ് ഉണ്ടല്ലോ. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. നെഞ്ചത്തോടൊരു ഇടിവാൾ പാസ് ചെയ്ത് പാസ്റ്റേ. അത്രയും സ്തോത്രം. അത്രയൊന്നും പോവില്ല. ഒരു നിശ്ചിത സമയമുണ്ട്. പ്രസംഗം തീർന്നാലും ആ സമയത്ത് നമ്മൾ യോഗ അവസാനിപ്പിക്കും. സ്തോത്രം. അല്ലെ തന്നെ പ്രസംഗമൊന്നുമല്ല വിഷയം. വെളിപ്പെട്ട് വരുന്ന ദൈവത്തിൻ്റെ ദൂതിനാ പ്രാധാന്യത. സ്തോത്രം. അത് ദൈവം സംസാരിക്കും, എനിക്ക് ഉറപ്പാണ്. അപ്പോൾ പൗലോസ് പറയുക, യേശുവിനെ ഒന്ന് എനിക്കറിയണം. യേശുവിനെ അറിയുക എന്നുള്ള ഭാഗത്തെ ഫ്രീക്ക് ലുക്കൊക്കെയുള്ള ആ മലമുകളിൽ പ്രാർത്ഥിക്കാനിരിക്കുന്ന യേശുവിൻ്റെ ചിത്രങ്ങളിൽ കൈയൊക്കെ ഇങ്ങനെ ഒരു പ്രത്യേക സ്റ്റൈലിനകത്ത്, ഫോട്ടോ സ്റ്റൈലിനകത്ത് ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന യേശു, അതാണ് ഇപ്പോൾ അവർക്ക് യേശുവിനെ കുറിച്ചുള്ള അറിവ്. സ്തോത്രം. എന്ന് വെച്ചാൽ ഒരു റോൾ മോഡൽ അവസ്ഥ ഞങ്ങൾക്ക് യേശു, ഒരു പ്രത്യേക സ്റ്റൈലിലൊക്കെ നടക്കുന്ന യേശു. സ്തോത്രം. ഇപ്പോൾ അവർക്ക് യേശുവിനെ കുറിച്ചുള്ള അറിവ് അത്രയുള്ളൂ. എന്നാൽ ഈ പ്രായവും കഴിഞ്ഞു ആ 3-ാമത്തെ ഭാഗത്തിരിക്കുന്ന റോയിലിരിക്കുന്ന മധ്യവയസ്കരായ ഞങ്ങളുടെ സഹോദരിമാരോട് ഒരു 10, 40, 45, 50 വയസ്സുള്ള ഞങ്ങളുടെ സഹോദരങ്ങളോട് യേശു ആരാന്ന് ചോദിച്ചാൽ അവരിപ്പോൾ പറയും, ഞങ്ങൾക്കിപ്പോൾ യേശു ഞങ്ങളുടെ പിള്ളേരുടെ ഫീസൊക്കെ അടയ്ക്കുന്ന, ഞങ്ങളുടെ ലോണൊക്കെ പാസ്സാക്കി തരുന്ന, പിന്നെ ഞങ്ങളുടെ കറണ്ട് ബില്ലൊക്കെ അടയ്ക്കുന്ന, എപ്പോൾ പ്രാർത്ഥിച്ചാലും രോഗശാന്തിയൊക്കെ ഞങ്ങൾക്ക് ചെയ്യുന്ന സ്തോത്രം യേശു. ഇപ്പം അവർക്ക് യേശുവിനെ കുറിച്ചുള്ള അറിവ് അത്രയേ ഉള്ളൂ. സ്തോത്രം. എന്നാൽ ഇതും കഴിഞ്ഞ് ഏറ്റവും പുറകിലിരിക്കുന്ന തലനരച്ച ഞങ്ങളുടെ അപ്പച്ചന്മാരെ നോക്ക്. സ്തോത്രം. അവർക്കാരാ യേശു എന്ന് ചോദിച്ചാൽ അവർ പറയും, എൻ്റെ പാസ്റ്റർ ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് ആരും ഒന്നുമല്ല, അവനിങ്ങ് വരണം, ഞങ്ങൾക്കങ്ങ് പോകണം. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. പിന്നെ കുഴിയിലോട്ട് കാല് നീട്ടിരിക്കുന്ന ഞങ്ങൾക്ക് ഇനി യേശു ആരാകാനാ? ഇങ്ങ് വന്നാൽ മതി പാസ്റ്റർ, അങ്ങ് പോയാൽ മതി. ഇപ്പം അവർക്ക് യേശുവിനെ കുറിച്ചുള്ള അറിവ് അത്രയാ. ഓരോ സ്ട്രക്ചറിനകത്തും യേശുവിനെ കുറിച്ച് ഓരോ അറിവുകളാണ് ജനത്തിനുള്ളത്. എന്നാൽ ഇത് രാത്രിയിൽ ചിലരുടെ അറിവ് ക്രിസ്മസ് ഒക്കെ വരുമ്പോൾ ഇച്ചിരി പെക്കൊക്കെ അടിച്ച് 2 സ്റ്റാറൊക്കെ വീടിന്റെ ഫ്രണ്ടേ തൂക്കിയിട്ട് അത് ഏത് ജാതിയിലുള്ളവനാണെങ്കിലും അത് ചെയ്യും. അവർക്ക് യേശുവിനെ കുറിച്ചുള്ള അറിവ് ഒരു ഡിസംബർ 25 ഒരു കൊച്ചു പുൽക്കൂടൊക്കെ വീടിന്റെ ഫ്രണ്ടിൽ വെക്കാൻ ഭാഗത്തിൽ ജനിച്ചു വീണ ഒരു കർത്താവ്. സ്തോത്രം. അവർക്കിപ്പോൾ യേശുവിനെ കുറിച്ചുള്ള അറിവ് അത്രയേ ഉള്ളൂ. അപ്പോൾ ഓരോ ഗണത്തിനകത്തും ഓരോ അറിവ ജനത്തിനകത്തുള്ളത്. പക്ഷേ ഇന്ന് രാത്രി ആ അറിവെല്ലാം മാറ്റിവെച്ചിട്ട് പൗലോസ് പറയുക, എനിക്ക് ഇന്ന് രാത്രി അറിയാവുന്ന ഒരുത്തനുണ്ട്, അവൻ ക്രൂശിക്കപ്പെട്ട യേശുവാണ്. സ്തോത്രം. എന്ന് വെച്ചാൽ അവസാന തുള്ളി ചങ്കില ചോരയും എനിക്ക് വേണ്ടി ഊറ്റിത്തന്നെൻ്റെ പാപത്തിന്റെ പരിഹാരത്തിന് പ്രായച്ചിത്തം നടത്തിയ, ഇനി ഒരു യാഗം പോലും കഴിക്കേണ്ട ആവശ്യം വരാത്ത രീതിയിൽ കാളക്കുട്ടിയെ, കുറുമ്പ്രാവിനെ കൊന്നു തീർത്ത കാലങ്ങൾക്ക് തിരശീലയിട്ടുകൊണ്ട് അവസാനത്തെ ബലിയായി ഞാൻ മരിക്കേണ്ട സ്ഥാനത്ത് എനിക്ക് വേണ്ടി മരിച്ച ഒരു ജീവനുള്ള സ്വർഗത്തിലെ ദൈവം. ഇപ്പൊ യേശുവിനെ കുറിച്ചുള്ള ഏറ്റവും വലിയ അറിവ് ഞാൻ പറയാ, സഹോദര, നീ ചാകേണ്ട സ്ഥാനത്ത്, നീ മരിക്കേണ്ട സ്ഥാനത്ത് നിനക്ക് പകരം മരണമേറ്റെടുത്ത ജീവനുള്ള ദൈവം, അവനാണ് യേശു. തീർന്നില്ല. റോമൻ ഭരണകൂടത്തിന്റെ മുദ്രയെ പൊട്ടിച്ച് വാക്ക് പറഞ്ഞതുപോലെ, വാഗ്ദത്തം ചെയ്തതുപോലെ 3-ാമത്തെ ദിവസം ഉയർത്തെഴുന്നേറ്റ
നസ്രയനായ യേശു അവനാണ് ജീവനുള്ള ദൈവം. ചരിത്രം പറയുന്നു, അവൻ പ്രകൃതി സമ്മതിക്കുന്നു, മനുഷ്യൻ സാക്ഷ്യം പറയുന്നു, ഭൂതന്മാര് പോലും ഇറങ്ങി നിന്നിട്ട് പറയുന്നു അവൻ കല്ലറകളെ പൊട്ടിച്ചുയർത്തെഴുന്നേറ്റ ജീവനുള്ള യേശു. പലതിനെ സംഹരിക്കാൻ വന്നവനെ അല്ല നീ ആരാധിക്കേണ്ടിയത്. ഇന്ന് രാത്രി നിനക്ക് വേണ്ടി മരിപ്പാൻ വന്നവനെ അത്രേ നീ ആരാധിക്കേണ്ടത്. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം ചൊല്ല്. അച്ഛ, കൊന്നു തീർക്കാൻ വന്നവനെ ആരാധിക്കുന്നതിനേക്കാൾ സന്തോഷമാച്ച എനിക്ക് വേണ്ടി ചാകാൻ വന്നവനെ ആരാധിക്കുന്നത്. മനസ്സിലാകുന്നവർക്കായി ഇന്ന് രാത്രി ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുന്നു. കരമൊന്ന് അടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞിട്ട് പറയണം, അപ്പാ, കൊന്നു തീർക്കാൻ പലതും ഇവിടെ അവതരിച്ചിട്ടുണ്ട്, സംഹരിപ്പാൻ ഇവിടെ പലതും അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അതിന്റെ നടുവിൽ ഞാൻ ആരാധിക്കുന്ന യേശുവിന്റെ പ്രത്യേകത തന്റെ ഇടത്തോടെ പറ. അതിന്റെ നടുവിൽ ഞാൻ ആരാധിക്കുന്ന യേശുവിന്റെ പ്രത്യേകത, യേശു കൊന്നു തീർക്കാൻ വന്നവനല്ല, പിന്നെ അവൻ എനിക്ക് വേണ്ടി മരിപ്പാൽ ക്രൂശിക്കപ്പെടാ. അവല്ലയോ നിങ്ങളുടെ നോട്ടീസിനകത്ത് പച്ചയ്ക്ക് പച്ചയായി എഴുതി വെച്ചിരിക്കുന്നത്, ആ ക്രൂശിക്കപ്പെട്ട യേശുവിനെ എനിക്കൊന്ന് അറിയണം. എന്തിനാച്ചാ വേദപുസ്തകത്തിൽ നൂറുകണക്കിന് വാക്യം ഉണ്ടായിട്ട് ഈ വാക്യം എഴുതി വെച്ച? പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ ഒരു പരാജയത്തിന്റെ വാക്യല്ലേ? ക്രൂശിക്കപ്പെട്ടവൻ, അവസാനിച്ചവൻ, രക്തമൂറ്റി തന്നവൻ, തീർന്നുപോയവൻ, ഒന്നും ചെയ്യാൻ കഴിയാതെ ക്രൂശിനകത്ത് കൈനീട്ടി നിന്നവൻ. പ്രത്യക്ഷത്തിൽ വായിക്കുമ്പോൾ ഒരു പരാജയമല്ലേ? എന്നിട്ടും നാട്ടുകാർക്ക് മനസ്സിലാകാൻ കാണാൻ ഭാഗത്തിൽ എന്തിനാച്ച ഈ വാക്യം പച്ചയ്ക്ക് പച്ചയായി കലീലിലെ കാനാവിലെ കല്യാണ വെട്ടി പച്ചവെള്ളം വീഞ്ഞാക്കിയ യേശു എന്ന് എഴുതിയാൽ പോരായിരുന്നോ? കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയ യേശുവിനെ ഞങ്ങൾ പ്രസംഗിക്കുന്നത് എഴുതിയപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഒരു ഹീറോയിസം ഫീൽ ചെയ്യുന്നേ. മരിച്ചവനെ ഉയർപ്പിച്ച യേശുവിനെ ഞങ്ങൾ അതൊക്കെ കേൾക്കുമ്പോഴല്ലേ ഒരു ഹീറോയിസം ഫീൽ ചെയ്യുന്നേ. അതൊന്നും എഴുതാതെ, യേശുവിന്റെ ഒരത്ഭുതം പോലും എഴുതാതെ, ആമൻ ക്രൂശിനകത്ത് വെന്തു മരിച്ച, അല്ലെങ്കിൽ ക്രൂശിനകത്ത് അവസാന തുള്ളി ചോരയും ഊറ്റിപ്പമ്മ യേശുവിന്റെ വാക്യം എന്തിനാ എഴുതി വെച്ചിരിക്കുന്നത്? പറയാ, അതിനകത്തൊരു പുനരുത്ഥാനത്തിന്റെ ശക്തിയുണ്ട്, അതിനകത്തൊരു ഉയർപ്പിന്റെ ശക്തിയുണ്ട്. എന്ന് വെച്ചാൽ മരണത്തിന് പോലും അവനെ പിടിച്ചു വെക്കാൻ കഴിഞ്ഞില്ല. ഈ യേശുവിനെയാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത് പറഞ്ഞാൽ ചോർന്ന് ശക്തിയോടെ പറഞ്ഞ് ഹല്ലേലൂയ. ആ യേശുവിനെ എനിക്കൊന്നറിയണം. സ്തോത്രം. 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുകയാണെന്ന് പറഞ്ഞല്ലോ. ഒന്ന്, യേശുവിന്റെ ജനനം അറിയണം. ഒരു വാക്യം വേഗത്തിൽ വായിച്ചേ. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം. അപ്പോൾ കർത്താവിന്റെ ഒരു ദൂതൻ, അപ്പോൾ കർത്താവിന്റെ ദൂതൻ അവരുടെ അരികെ നിന്നു. കർത്താവിന്റെ തേജസ് അവരെ ചുറ്റും മിന്നി. അവർ ഭയപരവശരായി തീർന്നു. ദൂതൻ അവരോട് ഭയപ്പെടേണ്ട. ഇനി ദൂതൻ പറയുന്ന ഒരു അറിവാ. അത് യേശുവിന്റെ ജനനത്തെക്കുറിച്ചുള്ള ആദ്യ ഭാഗത്തിലേക്ക് വരിക. യേശുവിന്റെ ജനനം അറിയണം. ദൂതൻ അവരോട് ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകാനുള്ളൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. ഇനി എന്തുവാ സന്തോഷം? 11-ാമത്തെ വാക്യം. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ്. പേരയുണ്ടെങ്കിൽ അടിവരയിടണം കേട്ടോ. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ഞാൻ ആ വാക്യം റിപ്പീറ്റ് ചെയ്ത് വായിക്കാച്ചാ. അച്ഛൻ്റെ ശബ്ദം ഭയങ്കര പെർഫെക്റ്റ് ആകട്ടോ. സ്തോത്രം. പക്ഷെ ഞാൻ ആ വാക്യം ഒന്ന് റിപ്പീറ്റ് ചെയ്ത് വായിക്കുക. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായിട്ട്. ഒന്നുകൂടെ നോക്കിക്കുക വാക്യം. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ ജനിച്ചെന്ന് പറഞ്ഞാൽ, അച്ഛാ, അവൻ ജനിച്ച് 30-ാമത്തെ വയസ്സ് വന്നപ്പോ നാട്ടുകാരെല്ലാം കൂടെ ഒരു കൊച്ചു കമ്മറ്റി വിളിച്ചു കൂട്ടി. ഇവിടെ ഒരു ചെറുപ്പക്കാരനുണ്ട് കേട്ടോ, പച്ചവെള്ളമൊക്കെ വീഞ്ഞാക്കുന്ന ഒരുതന, നമുക്ക് പുള്ളിയെ പിടിച്ചൊക്കെ രക്ഷിതാവാക്കാം, നേതാവാക്കാം എന്ന് പറഞ്ഞ് നാട്ടുകാരെല്ലാം കൂടെ വോട്ടിട്ട് യേശുവിനെ തെരഞ്ഞെടുത്ത് രക്ഷിതാവാക്കിയെന്നല്ല വാക്യം വായിക്കുന്നേ. പിന്നെ യേശു ജനിച്ചതേ രക്ഷിതാവായിട്ടാണ്. ഇന്ന് രാത്രി അത് പറയുമ്പോൾ എൻ്റെ മനസ്സിലെ സന്തോഷം എന്നറിയാമോ? ഇവിടെ പലതും അഭിമാനം കൊള്ളുന്ന പലതും ജനിച്ചിന്ന പ്രായത്തിൽ അച്ഛ ഇവിടെ പലതിൻ്റെയും ഏറ്റവും മുൻനിരയിലേക്ക് കയറി വന്നത്, പലതിൻ്റെയും വാഴാൻ വേണ്ടി കയറി നിന്നത്. പക്ഷെ യേശുവിന്റെ പ്രത്യേകത, യേശു അങ്ങനെ വളർന്നു വന്ന സാഹചര്യത്തിൽ പെട്ടെന്നൊരു രക്ഷിതാവായതല്ല, അവൻ ജനിച്ചതേ രക്ഷിതാവായിട്ടാ. ഇന്ന് രാത്രി ഇങ്ങനെ യേശുവിനെ ആരാധിക്കാൻ ഭാഗ്യം കിട്ടിയ ദൈവമക്കൾക്കായി നന്ദിയോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുന്ന വെച്ചാ, ഒരു 1.5 സ്തോത്രം 2 കിലോ 400 ഗ്രാം അല്ലെ ഒരു 3 കിലോ വെയിറ്റ് ഉള്ള കൊച്ച്, ആ കുഞ്ഞിനെ നോക്കി ദൂതൻ പറയുക, ഈ 3 കിലോ വെയിറ്റ് ഉള്ള കൊച്ച് അല്ലെ ഈ 2 കിലോ 400 ഗ്രാം ഉള്ള കൊച്ച് ഇവൻ ഒരു രക്ഷിതാവാണെന്ന്. എന്ന് വെച്ചാൽ അവൻ ജനിച്ചതേ രക്ഷിതാവായിട്ടാ. ഇന്ന് രാത്രി മനസ്സിലാകുന്നവർക്കായി നന്ദിയോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുന്നു. യേശുവിന്റെ ജനനം നീ ഒന്നറിയണം. അവൻ ജനിച്ചത് രക്ഷിതാവായിട്ടാണ്. ആ രക്ഷയെ കുറിച്ച് എബ്രായർക്കെഴുതിയ ലേഖനം 7:25 പറയുന്നത്. ഞാൻ ആ റെഫറൻസ് പറയുന്നെങ്കിലും നിങ്ങൾ ആ
വാക്യം അങ്ങനെ സസൂക്ഷ്മം ശ്രദ്ധിക്കണമെന്നില്ല, അത് മനസ്സിലാകാൻ വേണ്ടി മാത്രം പറയുന്ന വാക്യങ്ങൾ. എബ്രായർ 7:25 പറയുകയാണ്, ദൈവം അവൻ നമ്മെ ദൈവത്തോടടുപ്പിക്കുന്ന ക്രിസ്തുവായി, നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്ന ക്രിസ്തുവായി, അവൻ സദാ ജീവിച്ചിരിക്കുന്ന ക്രിസ്തുവായി, പൂർണ്ണമായും നമ്മെ രക്ഷിപ്പാൻ പ്രാപ്തിയുള്ള ക്രിസ്തുവായി ജനിച്ചിരിക്കുന്നു. അവസാനത്തെ വാക്ക് ഞാൻ ഒന്നുകൂടെ ആഴമായി ഇറങ്ങി പറയാം. അവൻ പൂർണ്ണമായും നമ്മെ രക്ഷിപ്പാൻ പ്രാപ്തനാകുന്നു. അവൻ ജനിച്ചത് രക്ഷിതാവായിട്ടാണെങ്കിൽ ആ രക്ഷയെക്കുറിച്ച് എബ്രായർക്കെഴുതിയ ലേഖകൻ പറയുക, അവൻ പൂർണ്ണമായും നമ്മെ രക്ഷിപ്പാൻ പ്രാപ്തനാകുന്നു. ഇന്ന് രാത്രി ലജ്ജയില്ലെങ്കിൽ കരമുയർത്തി ഒന്ന് പറ, അവൻ എന്നെ പൂർണ്ണമായും രക്ഷിപ്പാൻ, ഭാഗികമായിട്ടല്ല മാമേ, ഭാഗികമായിട്ടല്ല, അവൻ എന്നെ പൂർണ്ണമായും രക്ഷിപ്പാ. ആ വാക്ക് പറയുമ്പോൾ വിശ്വസിച്ച് പറയച്ച, അവൻ എന്നെ പൂർണ്ണമായും രക്ഷിപ്പാ. ഇന്ന സീസണിൽ രക്ഷിക്കാമല്ല, ഇന്ന ക്ലൈമറ്റിൽ രക്ഷിക്കാമല്ല, അവൻ എന്നെ പൂർണ്ണമായും രക്ഷിപ്പാൻ പ്രാപ്തനാകും. എന്ന് വച്ചാൽ പച്ചയായ എൻ്റെ ശരീരത്തെ യേശു രക്ഷിക്കും, എൻ്റെ ആരോരും കാണാതിരിക്കുന്ന ഹൃദയത്തെ യേശു രക്ഷിക്കും, ആർക്കും കാണാൻ കഴിയാതെ എൻ്റെ അകത്തിരിക്കുന്ന ആത്മാവിനെ യേശു രക്ഷിക്കും. ഒരു മനുഷ്യന് 3 ഘടകങ്ങളേ ഉള്ളൂ, ശരീരം, മനസ്സ്, ആത്മാവ്. ഈ 3-നെയും പൂർണ്ണമായി രക്ഷിപ്പാൻ പ്രാപ്തിയുള്ള യേശു. യേശു എൻ്റെ ശരീരത്തെ രക്ഷിക്കോ? 100 കണക്കിന് അനുഭവം എടുത്ത് നിരത്താം. നാളെ വൈകിട്ട് യോഗം ഉണ്ടല്ലോ, സാക്ഷ്യങ്ങൾ ഒരു ദിവസമാക്കി നാളത്തെ വൈകിട്ടത്തെ മീറ്റിംഗ് ദൈവം മാറ്റിട്ടെന്ന് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കും. അതുകൊണ്ട് ഇന്ന് രാത്രി വചനം ഇത്രയും ഫോക്കസ് ചെയ്യുന്നത്. സ്തോത്രം. പൂർണ്ണമായി യേശു എന്നെ രക്ഷിക്കും. ശരീരത്തെ യേശു രക്ഷിക്കോ? ഇന്ന് രാത്രി ഞാൻ ഈ പറഞ്ഞു നിർത്തുന്ന വാക്കിനെ പിൻപിടിച്ച് ഈ യോഗത്തിനകത്തിരിക്കുന്ന സഹോദരിമാരുടെ, ഞങ്ങളുടെ മമ്മിമാരുടെ, സഹോദരന്മാരുടെ, ഞങ്ങളുടെ പപ്പമാരുടെ ഒരുപക്ഷേ 10-15 പേർക്ക് ഈ വേദിക്കകത്ത് കയറി വന്ന് സാക്ഷ്യം പറയാൻ അകത്തൊരു വെമ്പലുണ്ടായിരിക്കും. ശരിയാവാസേ, അവൻ ശരീരത്തെ രക്ഷിക്കുന്നവനാ. എത്രയോ 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 അനുഭവങ്ങൾ, മരുന്ന് മാറ്റി നിർത്തിയത്, മെഡിക്കൽ സയൻസ് മാറ്റി നിർത്തിയത്, വൈദ്യശാസ്ത്രം എഴുതി തള്ളിയത്, ഇനി രക്ഷപ്പെടത്തില്ലെന്ന് പറഞ്ഞ് മാറ്റി നിർത്തി എത്രയോ സാക്ഷ്യങ്ങൾ. എൻ്റെ കൂടെ ഒരു കർത്താവിൻ്റെ ദാസൻ ഈ ഒറ്റ രാത്രിയിലെ യോഗത്തിന് വേണ്ടി വന്നതാ. അവൻ കർത്താവിൻ്റെ ദാസൻ അജയ്, ഞങ്ങളുടെ ചർച്ചിനകത്ത് അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ ആരാധനകൾക്ക് നേതൃത്വം കൊടുക്കുന്ന വർഷിപ്പ് ലീഡറാണ് താൻ. അപ്പോൾ തന്നെ താൻ ട്രിവാൻഡ്രം പട്ടണത്തിനകത്ത് ജോലി ചെയ്യുക. അജയ് ഇന്ന് രാത്രി വേദിക്കകത്ത് കൊണ്ടുവന്ന് സാക്ഷ്യം പറയാൻ അവസരം കൊടുത്താൽ അവൻ പറയും, ശരിയാപ്പാ, ശരിയാച്ചായ, യേശു ശരീരത്തെ രക്ഷിക്കുന്നവനാ. കാര്യം ഇന്ന് രാത്രി തൻ്റെ സാക്ഷ്യം എന്നറിയാമോ? ചില മാസങ്ങൾക്ക് മുമ്പ് തൻ്റെ കണ്ണുകൾക്ക് പ്രതികൂലമാകുന്ന റിപ്പോർട്ട് തൻ്റെ കരത്തിനകത്ത് കിട്ടി. താൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന തൻ്റെ സ്വന്തം പപ്പ, തൻ്റെ പിതാവ്, ആ മനുഷ്യൻ്റെ ശരീരത്തിനകത്ത് നിറയപ്പെട്ടിരിക്കുന്ന ക്യാൻസറിന്റെ റിപ്പോർട്ട് തൻ്റെ കരത്തിനകത്ത് കിട്ടിയപ്പോൾ വീട്ടിലെ ഒരൊറ്റ മകനാ താന്, ഒരൊറ്റ സന്തതിയുള്ളൂ. തൻ്റെ ഹൃദയം തകർന്നു. എത്രയോ ദിവസങ്ങൾ സഭ ആ വിഷയം വെച്ച് പ്രാർത്ഥിച്ചെന്നറിയാമോ? എത്രയോ ദൈവമക്കൾ ആ വിഷയത്തിന് വേണ്ടി കരയെന്നറിയാമോ? ഒരു ഭാഗത്ത് മരുന്ന് പറയുന്നു, ഒരു ഭാഗത്ത് മെഡിക്കൽ സയൻസ് പറയുന്നത്. ഇവിടുത്തെ ട്രിവാൻഡ്രം RCCയില അദ്ദേഹത്തെ ട്രീറ്റ്മെന്റിന് കൊണ്ടുവന്നത്. അവിടുത്തെ ഡോക്ടർ അവസാനം പറഞ്ഞ വാക്കെന്നറിയാമോ? ഇനി കൊണ്ടുവരണ്ട, രക്ഷയില്ലെന്ന്. ഇനി ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നാൽ രക്ഷയില്ല, കാരണം സമയം കഴിഞ്ഞു പോയെന്ന് വൈദ്യശാസ്ത്രം വിധി എഴുതി തള്ളി മാറ്റി. എന്നാൽ ചില ആഴ്ചകൾക്ക് മുമ്പ് തന്റെ വീടിനകത്ത് അവസാനമായി വീണ്ടും ഹോസ്പിറ്റലിൽ പോയി റിപ്പോർട്ട് എടുക്കുന്നതിന് തൊട്ടു മുമ്പ് തന്റെ വീട്ടിൽ ഒരു നന്ദി പ്രാർത്ഥന നടത്തി. ആ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവ് ഇടപെടാൻ തുടങ്ങി, ദൈവമക്കൾ ആരാധിക്കാൻ തുടങ്ങി, സഭ കരമായി ചേർന്ന് അമ്മ പിടിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. നിങ്ങൾക്കറിയാമോ, കഴിഞ്ഞ 3 ആഴ്ചയ്ക്ക് മുമ്പ് ഒരു റിപ്പോർട്ട് കൂടെ വന്നു, 1% ക്യാൻസർ തന്റെ ശരീരത്തിനകത്ത് ഇല്ലെന്ന്. എന്ന് വച്ചാൽ ഇന്ന് രാത്രി ശരീരത്തെ വിടുവിക്കുന്ന ഒരു യേശു നമ്മുടെ നടുവിലുണ്ടച്ച. ആത്മാവിൽ ഇന്ന് രാത്രി കരമടിച്ച് ആരാധിക്കുന്ന ദൈവമക്കളോട് കൂടെ ദൈവദൂത് പറയുന്നു, അവൻ ശരീരത്തെ വിടുവിക്കും, അവൻ ശരീരത്തെ വിടുവിക്കും. സഹോദര, മാറി മരുന്ന് കഴിച്ച് നീ ഫെയിലായി പോയവനാണോ? പരാജയപ്പെട്ടു വഴിമാറി ധ്രുവത്തിനകത്ത് ചേർന്നിരിക്കുന്നവനാണോ? ഇന്ന് രാത്രി ഏത് സ്ഥലത്തിനകത്തിരുന്ന് ഈ വചനം നീ കേട്ടാലോ ഉറച്ച് ഇന്ന് രാത്രി വിശ്വസിക്കല്, പരീക്ഷണാർത്ഥം പ്രാർത്ഥിക്ക്. ഇവരീ പറയുന്നൊക്കെ ശരിയാണോ? അങ്ങനാണെങ്കിൽ ഇന്ന് രാത്രി എന്റെ കൊച്ചിന്റെ ശരീരം വിടുവിക്കണമെന്ന് നീ പറ, എന്റെ ശരീരത്തെ വിടുവിക്കണമെന്ന് നീ പറ. ഉറച്ച് ഞാൻ ഇന്ന് രാത്രി പറയാ, അവൻ ശരീരത്തെ വിടുവിക്കും. ഒരു മരുന്നില്ലാതെ ഒരു ഭയങ്കര ദൈവ സാന്നിധ്യം ഇന്ന് രാത്രി ആ വാക്ക് പറയുമ്പോൾ ഇതിന്റെ നടുവിൽ ചലിക്കപ്പെടുന്നുണ്ട്. വിശ്വസിക്കുന്ന ചില ദൈവമക്കളെ മരുന്ന് കൂടാതെ സൗഖ്യമാക്കാൻ ഈ പ്രഥമ രാത്രിയിൽ ഒരുവൻ ഇന്ന് രാത്രി ഇറങ്ങി നിൽപ്പുണ്ട്. യേശു ഇന്ന് രാത്രി രക്ഷിക്കൂ. അവന്റെ ജനന രക്ഷിതാവായിട്ടാണ്. അവൻ പൂർണ്ണമായും രക്ഷിക്കുന്നവനാണെങ്കിൽ യേശു ഇന്ന് രാത്രി ശരീരത്തെ രക്ഷിക്കും.
കരമടിക്കകത്ത് ചില രോഗങ്ങൾ അഴിഞ്ഞു പുറത്തു പോകട്ടെ. ആത്മാവിൽ ഇന്ന് രാത്രി സ്വർഗ്ഗം അതിനെ റിവീക്ക് ചെയ്യും. Lord, we will rebuke which is all affect the devil spirit master. ആ സ്വാധീനങ്ങളെല്ലാം റിവീക്കായി പോകട്ടെ. അഭിഷേകമുള്ള ദൈവമക്കളുടെ നാവിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥനയുടെ പവർ ഇന്ന് രാത്രി ദേശത്തിനകത്ത് രോഗശാന്തിയുടെ വിത്തറിയുന്നത് പോലെ അത് ഇന്ന് രാത്രി സംഭവിക്കപ്പെടട്ടെ. പ്രാർത്ഥിച്ചേ. ഈ ദേശത്തിന്റെ നടുവിൽ മരുന്ന് മാറ്റി നിർത്തിയവർ യേശുവിന്റെ നാമത്തിൽ ഇനി രക്ഷയില്ലെന്ന് പറഞ്ഞ സഹോദരങ്ങൾ, ഇവർ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരാ. ഇവരെ ഞങ്ങൾ കണ്ടിട്ടില്ല, പക്ഷേ ഈ ദേശത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രഥമ രാത്രി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവേ, നീ രക്ഷിതാവാകയാ. ഇന്ന് രാത്രി അവരുടെ ശരീരങ്ങളെ നീ രക്ഷിക്കുമോ? ഓ, രക്തം ക്ഷയം, 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 യേശുവിന്റെ 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 രക്തം ക്ഷയം. എനിക്കറിയാം, ഒരു പൊതുവേദികളിൽ ഇത്രയും നേരം ആരാധിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇന്ന് രാത്രി ദൈവം പറയുന്നു, സർജറി പോലും പറഞ്ഞ് മാറ്റിവെച്ച ചില വിഷയത്തെ ഈ രാത്രി തമ്പുരാൻ ഏറ്റെടുത്ത് തന്റെ നീതിയുടെ മഹത്വം ഇന്ന് രാത്രി വെളിപ്പെടുത്തുന്ന രാത്രിയാ. ആത്മാവ് ഇന്ന് രാത്രി ഉറപ്പിച്ചു പറയുന്നു, ഇനി നീ ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യം വരത്തില്ല. ഇനി നീ ആ വിഷയത്തിന് ഡേറ്റ് പോലും എടുത്ത വിഷയമല്ലേ, സർജറിക്ക് തീയതി പോലും കുറിച്ച വിഷയമല്ലേ, അടുത്ത മാസം വീണ്ടും വരണമെന്ന് പറഞ്ഞ് ഡോക്ടർ മാറ്റിവെച്ച വിഷയമല്ലേ. എന്നാൽ ഇന്ന് രാത്രി ജനം ആരാധിക്കുമ്പോ ആ ആരാധനയ്ക്കകത്തൊരു ദൈവിക പവർ ഇന്ന് രാത്രി വ്യാപരിക്കപ്പെട്ടിട്ട് സ്വർഗം പറയുന്നു, അവയെ ദൈവം ക്യാൻസൽ ചെയ്യുന്നു. എന്റെ യേശു രക്ഷിതാവാണെങ്കിൽ ഇന്ന് രാത്രി നിന്റെ ശരീരത്തിലെ രക്ഷ ദൈവം വെളിപ്പെടുത്തു. എന്റെ യേശു വന്നു, രക്ഷിതാവായവൻ വന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ അവന്റെ ജനനം രക്ഷിതാവായിട്ടാണ്. ആ ജനനം ഒന്ന് അറിയണം. അവിടെ നിർത്തിക്കൊണ്ട് യേശു ജനിച്ചപ്പോൾ സംഭവിച്ച 6 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒക്കെ പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ പോയാൽ ഈ മെസ്സേജ് ഇന്ന് രാത്രി നമുക്ക് പരിസമാപ്തിയിലേക്ക് എത്തിക്കാൻ പറ്റത്തില്ല. നാളെ മറ്റൊരു ഭാഗത്തിലേക്ക് വന്ന ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമല്ലോ. സ്തോത്രം. അതുകൊണ്ട് ആ ഭാഗം ഞാൻ അവിടെ അങ്ങ് സ്റ്റോപ്പ് ചെയ്തിട്ട് 2ാം ഭാഗത്തിലേക്ക് ഓടിക്കേറി വന്ന് പ്രാർത്ഥിക്കാം. സ്തോത്രം. 2 യേശുവിൻ്റെ പ്രവൃത്തികൾ അറിയണം. അടുത്തിരിക്കുന്നതൊക്കെ കരമൊക്കെ കൊടുത്ത് സന്തോഷത്തോടെ പറഞ്ഞാട്ടെ. യേശുവിൻ്റെ ജനനം മാത്രം അറിഞ്ഞാൽ പോരാ ബ്രദറെ, യേശുവിൻ്റെ പ്രവൃത്തിയും കൂടെ ഒന്ന് അറിയണം. അവൻ ജനിച്ചത് അറിയണം, പക്ഷേ അവൻ്റെ പ്രവൃത്തിയും കൂടെ ഒന്ന് അറിയണം. യേശുവിൻ്റെ പ്രവൃത്തി എന്തിനാ? 12 പരമപ്രധാനമായ ഉദ്ദേശങ്ങൾക്ക് വേണ്ടി യേശു ഭൂമിയുടെ പരപ്പിൽ വന്ന് ജനിച്ചു വീണത്. 12 പരമപ്രധാനമായ ഉദ്ദേശത്തിന് വേണ്ടിയാണ് യേശു ഭൂമിയിൽ വന്ന് ജനിച്ചത്. നമ്മൾ ജനിച്ചത് അതിനകത്തിന് നമുക്ക് പോലും അറിയില്ല. സ്തോത്രം. ചിലപ്പോഴൊക്കെ ചില മമ്മിമാർ തലയെ കൈവച്ചിട്ട് പറയും, നീ എൻ്റെ ഉദരത്തെ വന്ന് ജനിച്ചല്ലോടാ, ഭൂമിക്ക് ഭാരമായവനെ. അപ്പോൾ അവർ ജനിച്ചതിനാന്ന് സ്വന്തം മമ്മിക്ക് പോലും അറിയാൻ പാടില്ല. പക്ഷേ യേശു ജനിച്ചതിന് 12 പരമപ്രധാനമായ ഉദ്ദേശങ്ങളുണ്ട്. അതിനകത്ത് 3 കാര്യങ്ങൾ മാത്രം ഞാൻ അടർത്തിയെടുത്തിട്ട് പ്രാർത്ഥിക്കാം. സ്തോത്രം. അത്രയും പറയാനുള്ള സമയം വരുമ്പോഴത്തേക്കും യോഗം അവസാനിക്കാൻ സമയമാവും. സ്തോത്രം. 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. സ്തോത്രം. 1, യേശു ജനിച്ചതിൻ്റെ 1ാമത്തെ ഉദ്ദേശം പിശാചിൻ്റെ പ്രവർത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. ആ വാക്യം എൻ്റെ കൂടെ അറിയാവുന്നവരൊന്ന് ചോർന്ന് പറഞ്ഞാൽ വചനത്തിനൊരു ഭയങ്കര ശക്തിയുണ്ട്. പിശാചിൻ്റെ പ്രവർത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. അപ്പൊ യേശുവിൻ്റെ പ്രവൃത്തികളിൽ 1ാമത്തത് അവൻ പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിക്കും. സ്തോത്രം. എന്തുവാ പിശാചിൻ്റെ പ്രവൃത്തി? പിശാചിൻ്റെ പ്രവൃത്തി ചിലതിനെ ബന്ധിക്കണം. പിശാചിൻ്റെ പ്രവൃത്തി ചിലരുടെ ഭാവി ഇല്ലാതാക്കണം. പിശാചിൻ്റെ പ്രവൃത്തി കുടുംബജീവിതം തകർക്കണം. പിശാചിൻ്റെ പ്രവൃത്തി നീ മദ്യവെച്ച് ലെക്ക് കെട്ട് ഏതെങ്കിലും ഓടക്കകത്ത് കിടക്കണം. പിശാചിൻ്റെ പ്രവൃത്തി നിന്റെ പിള്ളേർ രക്ഷപ്പെടരുത്. പിശാചിൻ്റെ പ്രവൃത്തി നിനക്ക് കടവും കടഭാരവും ഉണ്ടാക്കണം. എന്നാൽ യേശു ഇന്ന് രാത്രി ചെയ്യുന്നത് പിശാച് കെട്ടുന്നതിനെയും പിശാച് ബന്ധിക്കുന്നവനെ അഴിക്കുന്നതാ യേശുവിൻ്റെ 1ാമത്തെ പ്രവൃത്തിയെങ്കിൽ ഇന്ന് രാത്രി ആത്മാവിൽ വിശ്വസിച്ചിട്ട് പറയണം, പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവത്തിന്റെ പുത്രൻ പ്രത്യക്ഷനായി. അതിന്ന് രാത്രി ഞാൻ പറയുമ്പോൾ എൻ്റെ കൊച്ചനുഭവം ഞാൻ തോന്നാം. സ്തോത്രം. ശരീരവുമായി ബന്ധപ്പെട്ടൊരു വാക്ക് തന്നെയാണ്. സ്തോത്രം. വിശ്വാസത്തിൽ വന്ന് 2.5 മാസം തികഞ്ഞപ്പോൾ എൻ്റെ ചേച്ചിയുടെ ശരീരത്തിനകത്ത് രോഗം കണ്ടു. ഞാനത് രോഗമൊന്നുമല്ല വിളിക്കുന്നത്, പിശാചിൻ്റെ പ്രവൃത്തി എന്നാണ് ഞാൻ അതിനെ വിളിക്കുന്നത്. കാരണം ഒരു മനുഷ്യൻ്റെ ശരീരത്തിനകത്ത് രോഗം വരുന്നതിന് 3 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. സ്തോത്രം. അത് ഇതൊരു പൊതുവേദി ആകിയാലും 3 വിശദീകരിക്കുകയൊന്നുമില്ല. നാളെ സഭായോഗമൊക്കെ ഉണ്ടല്ലോ, ആ കാര്യങ്ങൾ അന്നത്തേക്ക് നമുക്ക് മാറ്റാം. സ്തോത്രം. അപ്പോൾ ഒരു പ്രത്യേക രോഗം എന്നല്ല, ഒരു പ്രത്യേക പൈശാചിക ശക്തി, ഒരു പ്രത്യേക പൈശാചിക സ്വാധീനം. അതിൻ്റെ കാരണം കൂടെ ഞാൻ പറയാം. കൊച്ചുപ്രായത്തിൽ ഞാനും എൻ്റെ സഹോദരി ഞങ്ങൾ 2 പേരാണ്. സ്തോത്രം. കൊച്ചുപ്രായത്തിനകത്ത് താൻ ഏത് വസ്ത്രം ധരിച്ചാലും അതിനകത്ത് മുഴുവൻ രക്തത്തിൻ്റെ അംശമായിരിക്കും. സ്തോത്രം. എന്ന് പറയുമ്പോൾ അത് ഭാവനെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് പോലും അറിയില്ല. അച്ഛാ, അലക്കി തേച്ചിട്ട് കൊടുക്കുന്ന വസ്ത്രം, വളരെ നന്നായി അലക്കി തേച്ചിട്ട് കൊടുക്കുന്ന യൂണിഫോം ഇട്ടുകൊടുക്കുമ്പോൾ മനോഹരമായിട്ട് ഇട്ട് കൊടുക്കുന്നത്. പക്ഷേ സ്കൂളിൽ ചെന്ന് 3ാമത്തെ പീരീഡ് ആകുമ്പോൾ ടീച്ചർ വന്ന് വിളിച്ചിട്ട് പറയും, കൊച്ചിനെ വന്ന് തിരിച്ചു വിളിച്ചുകൊണ്ടോ, ഇട്ട യൂണിഫോം മൊത്തം രക്തത്തിൻ്റെ അംശമാണ്. ഇതിവർക്ക് സ്ഥിരം കാഴ്ചയാണ്. ഒരു ഫംഗ്ഷന് കൊണ്ടുപോകാൻ പറ്റിയില്ല എൻ്റെ ചേച്ചിയെ. കാരണം
അലക്കത്തേച്ച് ഇട്ട് കൊടുക്കുന്ന ഡ്രസ്സ് മനോഹരമുള്ളതാ, പക്ഷെ ഫംഗ്ഷന്റെ മധ്യഭാഗത്ത് വെച്ച് ചൂട് കൂടി വരുമ്പോൾ തൻ്റെ ശരീരത്തിൽ രക്തം വരും. എന്നിട്ട് ഇട്ടിരിക്കുന്ന വസ്ത്രത്തിനകത്ത് അത് കയറി പിടിക്കും. അതുകൊണ്ട് ഒരു ഫംഗ്ഷന് പോലും കൊണ്ടുപോകാൻ പറ്റിയില്ല. ഒരു പെൺപൈതലല്ലേ, ഭാവി അടഞ്ഞുപോയി എന്ന് ചിന്തിച്ച സമയങ്ങൾ. സ്തോത്രം. തൊട്ടടുത്തൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി 24 മണിക്കൂറത്തെ ഒബ്സർവേഷനാണ്. 1, 2, 3 അല്ല, 24 മണിക്കൂറത്തെ ഒബ്സർവേഷനാണ്. 24 hours ഒബ്സർവേഷൻ കഴിഞ്ഞപ്പോൾ റിപ്പോർട്ട് അടിച്ച് ഡോക്ടർ കൈ തന്നു. റിപ്പോർട്ടിൽ കിടക്കുന്ന വാക്ക്, ഈ കുഞ്ഞിന്റെ ശരീരം മുറിഞ്ഞിട്ടല്ല രക്തം ഒഴുകുന്നത്, ഇവളുടെ പ്രൈവറ്റ് പ്ലേസിൽ നിന്നുമല്ല. പിന്നെ എങ്ങനെ സാറേ? ഇവളുടെ ശരീരത്തിന്റെ രോമകൂപങ്ങളില്ലേ, അതേന്ന് ബ്ലഡ് പൊടിഞ്ഞ് ഡ്രസ്സിനകത്ത് കയറി പിടിക്കുക. അപ്പോൾ ഒരു സംശയം വന്നു, എന്നാ ഈ ശരീരത്തിന്റെ രോമത്തിൽ നിന്ന് ബ്ലഡ് പൊടിഞ്ഞ് ഡ്രസ്സിൽ കയറി പിടിക്കുന്ന രോഗം എങ്ങനെ ഉണ്ടാകുന്നത്? വൈദ്യശാസ്ത്രത്തിന്റെ വിശദീകരണങ്ങൾ ഏറെയാണെങ്കിലും അതിനകത്ത് ഒരു വാക്ക് മാത്രം ഞാൻ ഇറങ്ങി പറയാം. ഒറ്റ വിശദീകരണം. വൈദ്യശാസ്ത്രം പറയുന്നു, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ, ആ വാക്കൊന്ന് ചെവി തുറന്ന് കേൾക്കണേ, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ താങ്ങാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ പെയിൻ വന്നാൽ, വേദന എന്ന് വെച്ചാൽ നമ്മൾ പറയുന്നില്ല, ഓ ആ വേദന എനിക്ക് താങ്ങാൻ പറ്റുള്ള മാസമായി, ആ വേദന എനിക്ക് താങ്ങാൻ പറ്റുള്ള എന്ന് പറയുന്ന താങ്ങാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ വേദന വന്നാൽ ചിലർക്ക് ആ സമയത്ത് ഒരു ഷിവറിങ് ഉണ്ടാകും. സ്തോത്രം. ചിലർക്ക് ഒരു സമയത്ത് ഒരു ഷിവറിങ് ഉണ്ടാകും. എന്നാൽ ചിലർക്ക് ഷിവറിങ് അല്ല ഉണ്ടാകുന്നത്, BP കൂടും. സ്തോത്രം. എന്നാൽ ചിലർക്ക് BP അല്ല കൂടുന്നത്, അവർക്ക് അറ്റാക്ക് വരും. ഹൃദയത്തിൽ താങ്ങാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ വേദന വന്നാൽ ചിലർക്ക് അറ്റാക്ക് ഉണ്ടാകും. ഇത് വൈദ്യശാസ്ത്രം പറയുന്ന കാര്യം, ബൈബിൾ പറയുന്നൊന്നുമല്ല കേട്ടോ. അതുകൊണ്ട് ബൈബിളിൽ നോക്കിയിരുന്നാൽ കിട്ടുമല്ലോ. ഒരു സ്വതന്ത്രം പറഞ്ഞാട്ടെ. അല്ല, ചിലർ അതേ കുനിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് അത് വൈദ്യശാസ്ത്രം പറയാം, ബൈബിളിൽ പറയുന്നില്ല. സ്വതന്ത്രം വാക്യം എവിടെ പാസ്റ്റേ? വാക്യമൊന്നുമില്ല, അത് വൈദ്യശാസ്ത്രം പറയുന്നത്. അപ്പോഴല്ലേ ചിലർ പറയുന്നത് 2 അറ്റാക്ക് വന്നു, ഇനി അച്ചായനെ വികാരഭരിതനാക്കുന്ന ഒത്തിരി കാര്യങ്ങളൊന്നും എന്ത് ചെയ്യണ്ട, കാരണം 2 അറ്റാക്ക് വന്നിരിക്കുന്നേ. ഇനി വികാരം എന്തെങ്കിലും പെട്ടെന്നുണ്ടായാൽ ആള് തട്ടിപ്പോവും. കാരണം ആ വേദന പുള്ളിക്ക് താങ്ങാൻ പറ്റിയില്ല. ഇനി അത് 3ാമത്തെ അറ്റാക്കിലേക്ക് വരും. എന്നാൽ ചിലർക്ക് ഷിവറിങ്ങും അല്ല, ചിലർക്ക് BP കൂടുമല്ല, ചിലർക്ക് അറ്റാക്ക് അല്ല. വൈദ്യശാസ്ത്രം പറയുന്ന അടുത്ത വാക്ക്, ചിലരുടെ ശരീരത്തിൽ ഹൃദയത്തിൽ താങ്ങാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ വേദന വന്നാൽ രക്തധമനികൾ പൊട്ടും. അങ്ങനെ പൊട്ടിയ പിന്നെ വിയർപ്പല്ല, രക്തം വരാൻ സാധ്യതയുണ്ട്. ഇത് വൈദ്യശാസ്ത്രത്തിന്റെ റിപ്പോർട്ടാണ് കേട്ടോ. സ്തോത്രം. അങ്ങനെയാണെങ്കിലേ ഇന്ന് രാത്രി ഞാൻ നിങ്ങളൊന്ന് കൂട്ടിക്കൊണ്ടു പോട്ടെ ഗസമന തോട്ടത്തിന്റെ മണ്ണിലേക്ക്. അരിമനാഥൻ മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരം തൻ്റെ ശിരസിനകത്തേക്ക് ഏറ്റെടുത്തു വച്ചപ്പോൾ അരിമനാഥൻ അത് താങ്ങാൻ പറ്റി കാണത്തില്ലല്ലേ. കർത്താവ് ചങ്ക് കീറി പ്രാർത്ഥിച്ചു, എൻ്റെ അപ്പാ കഴിയുമെങ്കിൽ ഈ പാനപാത്രം ഒന്ന് മാറ്റിത്താ, ഇതെനിക്ക് താങ്ങാൻ പറ്റുള്ള. അരിമനാഥൻ പച്ചയായി ഇറങ്ങി നിൽക്കുന്ന 100% മനുഷ്യനാകിയാൽ ഹൃദയത്തിൽ താങ്ങാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ വേദന വന്നപ്പോൾ ഒരുപക്ഷെ രക്തധമനി പൊട്ടി കാണുമായിരിക്കുമോ? ആണെങ്കിൽ യേശുവിൻ്റെ ശരീരത്തിൽ നിന്ന് വിയർപ്പ് തുള്ളിയല്ല, രക്തത്തുള്ളി ഒഴുക്കി അരിമനാഥൻ പ്രാർത്ഥിച്ചു. മെഡിക്കൽ സയൻസും ബൈബിളും ഒരുപോലെ സമ്മതിക്കുന്നു അത്. പക്ഷെ എൻ്റെ ചോദ്യം ഞാൻ ചോദിക്കട്ടെ, ആമൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചിന്റെ ഹൃദയത്തിൽ താങ്ങാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ വേദന വരുമോ? അങ്ങനെ വന്നു കഴിഞ്ഞാലും ഇതെങ്ങനെ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞിന്റെ ഹൃദയത്തിൽ താങ്ങാൻ കഴിയുന്നതിനേക്കാൾ ഇല്ല, വരാറില്ല. അപ്പൊ ഇത് രോഗമല്ല, ഇതൊരു പൈശാചിക ബന്ധനമാ, പിശാചിന്റെ പ്രവൃത്തിയാ. കൊച്ചിന്റെ ഭാവി അടയ്ക്കാൻ വേണ്ടി, അവളെ ഭാവി നിഷ്ഫലമാക്കാൻ. അടുത്ത റിപ്പോർട്ട് റെഫറൻസ് ലെറ്റർ. പെട്ടെന്ന് ഇമ്മീഡിയറ്റ്ലി കൊച്ചിനെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും. അവിടെ ഫർദർ ട്രീറ്റ്മെന്റുകളുണ്ട്. നിങ്ങൾക്കറിയാമോ, വിശ്വാസത്തിൽ ഞങ്ങൾ വന്നിട്ട് 2.5 മാസം റിപ്പോർട്ട് കരത്തിനകത്ത് കടിച്ചു കിട്ടി. കൊച്ചിനെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകും, ഇല്ലെങ്കിൽ ഭാവി തീർന്നു പോകും, കൊച്ചു മരിച്ചു പോകും. ഈ റിപ്പോർട്ട് കിട്ടുമ്പോൾ എൻ്റെ അമ്മ ചെയ്ത കാര്യം എന്നാണെന്നറിയാമോ അച്ഛാ? ആ റിപ്പോർട്ട് ചുരുട്ടി പിടിച്ച് താടിയിട്ടിട്ട് ഓടി വന്ന് വിശുദ്ധ വേദപുസ്തകം വായിച്ചു നോക്കി ബൈബിൾ എന്തോ പറയുന്നെന്നറിയാൻ. വിശ്വാസത്തിൽ വന്നിട്ട് 2.5 മാസം. ഒരു പ്രവാചകന്റെ നമ്പർ കയ്യിലില്ല, ഒരു പാസ്റ്ററിന്റെ നമ്പർ കയ്യിലില്ല. ഇന്ന് അഭിമന്യു പാസ്റ്ററിന്റെ ഫോണിനകത്തെ 1 അല്ല 2 അല്ല 3 അല്ല നിരവധി അഭിഷക്തന്മാരുടെ നമ്പർ ഇന്നുണ്ട്. പക്ഷെ അന്നൊരു പാസ്റ്ററിനെ അറിയില്ല, ഒറ്റ പ്രവാചകനെ അറിയില്ല, ഒരു സഭ പോലും അറിയത്തില്ല. ആകെക്കൂടെ കയ്യിൽ സ്വത്തെന്ന് പറയാൻ ഒരു വേദപുസ്തകം മാത്രമേ ഉള്ളൂ. ആ ബൈബിൾ എങ്ങനെ കിട്ടിയെന്നൊക്കെ നാളെ ഞാൻ സാക്ഷ്യം പറയുമ്പോൾ പറഞ്ഞോളാം. ഞങ്ങൾ വിശ്വാസത്തിൽ വന്നതിന്റെ കാര്യമൊക്കെ നാളെ ഞാൻ പറയുമ്പോൾ പറഞ്ഞുകൊള്ളാം. ഈ വേദപുസ്തകം കരത്തിനകത്തുണ്ട്. ഈ ബൈബിൾ എൻ്റെ മാതാവ് കണ്ണടച്ച് തുറന്നിട്ട് പറഞ്ഞു, എൻ്റെ കർത്താവേ നിനക്ക് എന്നോടൊന്ന് സംസാരിക്കാൻ പറ്റുമോ? റിപ്പോർട്ട് അവിടെ ഇരിക്കട്ടെ, പക്ഷെ നിനക്കെന്നോട് സംസാരിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ച് എൻ്റെ മാതാവ് കണ്ണടച്ച് വേദപുസ്തകം തുറന്നു നോക്കുക. അത്ഭുതമാമേ, തുറന്നു നോക്കുമ്പോൾ ഒരു പുതിയ നിയമത്തിലെ വാക്യം തന്റെ കണ്ണിപ്പെട്ടു. വാക്യം എന്നാണെന്നറിയാമോ? രക്തസ്രാവമുള്ളവൾ എൻ്റെ വസ്ത്രത്തിന്റെ ത്വങ്ങൾ തൊട്ടപ്പോളേ അവളെ രക്തസ്രാവം നിന്നുപോയ യേശുവിന്റെ നാമത്തില്. ഈ വാക്യം കണ്ടപ്പോൾ എൻ്റെ അമ്മയ്ക്ക് മനസ്സിലായി, വേദപുസ്തകത്തിൽ സകല ചോദ്യങ്ങൾക്കുമുള്ള മറുപടി അവൻ മറച്ചു വെച്ചിട്ടുണ്ട്. ഇന്ന് രാത്രി ദേശമേ, നിന്റെ ചോദ്യം എന്തെങ്കിലും 66
പുസ്തകം നമ്മളോട് സംസാരിക്കാൻ പ്രാപ്തിയുള്ളതാണ് അച്ഛ. അതുകൊണ്ട് അച്ഛ, നല്ല ജോലി ഉണ്ടായിട്ടു, കയ്യിൽ നല്ല സാലറി വരുന്ന ജോലി ഉണ്ടായിട്ടും വേണ്ട, യേശുവിനെ പ്രസംഗിച്ചാ മതി എന്ന് പറഞ്ഞ് കൊച്ചുപ്രായത്തിൽ ഇറങ്ങിയതിന് ഒറ്റക്കാരിയുള്ളൂ. ഇതിനകത്ത് സകല മാനവരാശിയുടെ ചോദ്യത്തിന്റെ മറുപടി അവൻ മറച്ചു വെച്ചിട്ടുണ്ട്. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുക. എന്റെ മാതാവ് കണ്ണടച്ചത് തുറന്നു. അത്ഭുതമാ പുതിയ നിയമത്തിലൊരു വാക്യം, രക്തസ്രാവമുള്ളവളെ ഈ വാക്യം കണ്ടപ്പോ എന്റെ അമ്മ ചോദിച്ചു, എന്റെ കർത്താവേ, എന്റെ കൊച്ചിന്റെ വിഷയം ബൈബിളിനകത്തും ഉണ്ടോ? ഇങ്ങനെയുള്ളൊരു സഹോദരി ബൈബിളിനകത്തും ഉണ്ടോ? അവളെ സൗഖ്യമാക്കിയോ നീ? അങ്ങനാണെങ്കിൽ എന്റെ കൊച്ചിനെ നിനക്ക് സൗഖ്യമാക്കാൻ കഴിയുമല്ലോ. ഓടിച്ചെന്ന് ചേച്ചിയെ പിടിച്ചു റൂമിനകത്ത് കൊണ്ടുവന്നു, ഡോറങ്ങ് ലോക്ക് ചെയ്തു. അന്നേ അർജുനൻ കുട്ടിക്കും കുടുംബത്തിനും ഇരുന്ന് ആരാധിക്കാൻ അച്ഛാ ഒരു പ്ലാസ്റ്റിക് പാ പോലും ഇല്ല. ചന്നുള്ളതൊരു പുൽപ്പായ, അത് വിരിച്ചിട്ടിട്ട് എന്റെ മാതാവ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥനാ ശൈലി എങ്ങനാണെന്നറിയാമോ? ആമൻ. യേശുവിനെ അറിയാം, യേശുവിനെ മാത്രം അറിയാം. പ്രവാചകന്മാരെ സഭായോഗത്തിൽ പോലും പോയിട്ടില്ല. കയ്യിൽ സ്വത്തെന്ന് പറയാൻ ബൈബിൾ മാത്രമേ ഉള്ളൂ. ഇത് നിരത്തി പിടിച്ചിട്ട് എന്റെ അമ്മ പറഞ്ഞത് പ്രാർത്ഥിച്ച ശൈലി എങ്ങനാണെന്നറിയാമോ? ഒരു കരം ആ വാക്യത്തിന്റെ മുകളിൽ വെച്ചു. ഇത് തന്നെ ആര് പഠിപ്പിച്ചെന്ന് എനിക്ക് ഇന്നും അറിയത്തില്ല. ഒരു കരം ആ വാക്യത്തിന് മുകളിൽ വെച്ചു, മറുകരം എന്റെ ചേച്ചിയുടെ ശരീരത്തിലോട്ട് വെച്ചിട്ട് പറഞ്ഞപ്പാ, ഈ വാക്യം സത്യമാണെങ്കിൽ, ഈ വചനം സത്യമാണെങ്കിൽ, ഇതിനകത്തുള്ള രോഗശാന്തിയുടെ അഭിഷേകം ഈ കയ്യിലൂടെ പാസ് ചെയ്ത് എന്റെ കൊച്ചിന്റെ ശരീരത്തിലോട്ട് കയറി ഒന്ന് പിടിക്കട്ടെന്ന് ഒറ്റ മണിക്കൂർത്തെ പ്രാർത്ഥനയാ. 1 മണിക്കൂർ കഴിഞ്ഞ് എന്റെ മാതാവ് കണ്ണ് തുറന്നു നോക്കിയത് എന്റെ ചേച്ചിയിട്ട വെള്ള ബെറ്റിക്കൊട്ടി രക്തം ഉണ്ടോന്നാ നോക്കിയത്. ഇനി നിങ്ങളൊരു വാക്ക് ശ്രദ്ധിക്കണേ, രക്തം ഉണ്ടെങ്കിൽ നിന്റെ പ്രാർത്ഥന ചുമ്മാതാ. രക്തം ഉണ്ടെങ്കിലോ നീ പ്രസംഗിക്കുന്നൊക്കെ ചുമ്മാതാ. രക്തം ഉണ്ടെങ്കിലോ ഈ എഴുതി വെച്ച വാക്യം പച്ചക്കള്ളോന്ന് എനിക്ക് പറയേണ്ടി വരൂ. രക്തമുണ്ടോന്നറിയാൻ വചനം വെച്ച് പ്രാർത്ഥിച്ച എന്റെ മാതാവ് കണ്ണുനീരെല്ലാം തുടച്ച് ചേച്ചിയിട്ട വെള്ള ബെറ്റിക്കൊട്ടി നോക്കി രക്തം ഉണ്ടോന്ന് അഭിമാനത്തോടെ സന്തോഷത്തോടെ കർത്താവിന്റെ ദാസന് സഭയും ആത്മഭാരത്തോടെ നടത്തുന്ന ഇത് ഇന്ന് രാത്രി ഞാനൊരു ഗസ്റ്റായിട്ട് പ്രസംഗിക്കുന്നുമല്ല, ഇത് എൻ്റെ ഒരു യോഗമായി ഞാൻ കണ്ടു. ഞാൻ പറയാ, ഒറ്റ ഡ്രോപ്പ് രക്തം പിന്നെ തന്റെ ശരീരത്തിൽ നാളിതുവരെ കണ്ടിട്ടില്ല. അന്ന് തമ്പുരാനെ സഹോദരിയെ സൗഖ്യമാക്കിയത് അമ്മമ്മിമാരെ. ഇന്ന് രാത്രി കണ്ണു മൂട്ടി വിശ്വസിക്ക്, പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാനാ ദൈവത്തിന്റെ പുത്രൻ പ്രത്യക്ഷനായത്. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാനത്രയേ ദൈവത്തിന്റെ പുത്രൻ പ്രത്യക്ഷമായത്. വിശ്വസിക്കുന്നവർ കരമൊന്ന് ചേർത്തടിച്ച് ശക്തിയോടെ പ്രൈസ് ദി ലോർഡ്. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാനാ ദൈവത്തിന്റെ പുത്രൻ പ്രത്യക്ഷനായത്. യേശുവിന്റെ പ്രവൃത്തികളിൽ രണ്ടാമത്തത് ലൂക്കോസ് 19:10. ഒരു 5 മിനിറ്റും കൂടെ എടുക്കുന്നതിൽ തെറ്റില്ലെന്നാണ് എൻ്റെ ചിന്ത. സ്തോത്രം. ലൂക്കോസ് 19:10 5 മിനിറ്റും കൂടെ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കും. ലൂക്കോസ് 19:10 പറയുന്നു, കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലയോ മനുഷ്യപുത്രൻ. ഇവിടെ എന്നാ കാണാതെ പോയത്? ഇവിടെ കാണാതെ പോയത് വിലപിടിപ്പുള്ള ഏതെങ്കിലും ഇലക്ട്രോണിക്കൽ വസ്തുക്കളല്ല. ഇവിടെ കാണാതെ പോയത് ഏതെങ്കിലും വിലപിടിപ്പുള്ള സാധന സാമഗ്രികളല്ല. ഇവിടെ കാണാതെ പോയത് ദൈവം തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ഉണ്ടാക്കിയ മാനവരാശിയെ കാണാതെ പോയി. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനാ യേശുവിൻ്റെ പ്രവൃത്തികളിൽ രണ്ടാമത്തത് നഷ്ടപ്പെട്ടതിനെ കർത്താവ് തിരിച്ചു തരും. എത്ര പേർക്ക് ഇന്ന് രാത്രി സന്തോഷമുണ്ട് പ്രിയരെ? എന്നാ ഇന്ന് രാത്രി നഷ്ടപ്പെട്ട്? സ്വസ്ഥതയാണോ നഷ്ടപ്പെട്ടെ? സമാധാനമാണോ നഷ്ടപ്പെട്ടെ? ജീവിതത്തിൽ പണം കൊടുത്ത് നിനക്ക് മേടിക്കാൻ കിട്ടാത്ത നിന്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടു പോയെങ്കിൽ ഇന്ന് രാത്രി ബൈബിൾ പഠിപ്പിക്കുന്നു, കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പ് നിനക്ക് തിരിച്ചു തരാൻ കർത്താവിന്റെ പ്രവൃത്തികളിൽ രണ്ടാമത്തേത് അവൻ നഷ്ടപ്പെട്ടതിനെ എനിക്ക് മടക്കി തരുന്ന സർവശക്തനായ ദൈവം. ചിലര് പറയുന്നൊരു വാക്ക്, ആഗ്രഹിച്ച് കുടുംബജീവിതത്തിലേക്ക് കയറി, പക്ഷെ കുടുംബജീവിതത്തിന്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടു പോയി, കുഞ്ഞിന്റെ ഭാവി നഷ്ടപ്പെട്ടു പോയി, ശരീരത്തിന്റെ ബലം നഷ്ടപ്പെട്ടു പോയി. കാണാതെ പോയതിനെ അവൻ ഇന്ന് രാത്രി തെരഞ്ഞു രക്ഷിക്കും. അതിന്ന് രാത്രി എനിക്കൊരു വിടുതലായി മാറും. യേശുവിൻ്റെ മൂന്നാമത്തെ പ്രവൃത്തി കൂടെ ഞാൻ പറയുന്നു. എബ്രായർ 2:14 പറയുക. ആ വാക്യം കൂടെ ചെവി തുറന്നു കേൾക്കണേ. മരണാധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കാൻ, മരണഭീതിയിൽ അടിമകളായിരുന്ന നമ്മെ വിടിവിപ്പാനല്ലയോ യേശു വന്നത്. എന്ന് വെച്ചാൽ യേശുവിൻ്റെ മൂന്നാമത്തെ പ്രവൃത്തി അവൻ മരണാധികാരിയായ പിശാചിനെ വിടിവിക്കുന്ന സ്വർഗത്തിലെ ദൈവം. ഇവിടെ മനുഷ്യൻ ഭയപ്പെടുന്ന ഏറ്റവും വലിയ സംഗതി എന്നാണെന്നറിയാമോ? പ്രളയമൊന്നും അല്ല അച്ഛാ, ഇതൊക്കെ നമ്മൾ പറയും, പ്രളയമൊന്നും അല്ല. സ്തോത്രം. രണ്ടുപേര് തമ്മിൽ സംസാരിക്കുക. ലോകത്തിലെ ഏറ്റവും വലിയ വേദന എന്നാ? ഒരുത്തൻ പറയുകയാണ് കാലൊടിഞ്ഞ് കിടക്കുന്നതാ. കാരണം അവൻ കാലൊടിഞ്ഞ് കിടന്നിട്ടുണ്ട്. അവൻ പറയും ഏറ്റവും വലിയ വേദന കാലൊടിഞ്ഞ് പ്ലാസ്റ്റർ ഇട്ട് കിടക്കുന്നതാ. അത് കേട്ടോണ്ടിരുന്ന മറ്റൻ പറയും കാലൊടിയുന്നത് അല്ലടാ വലിയ വേദന. അതും വേദനയല്ലേ, പിന്നെ ഏറ്റവും വലിയ എടാ പല്ലു വേദനയാടാ ഏറ്റവും വലിയ വേദന. കാരണം അവൻ എന്നാ വന്നിട്ടുണ്ട്.
അപ്പൊ അവനവൻ സഹിക്കുന്ന വേദനയാ ലോകത്തിലെ ഏറ്റവും വലിയ. നമ്മളിപ്പോ ഈ സീസണിൽ പറയും പ്രളയമാണോ പാസ്റ്റർ ഏറ്റവും വലിയത്? അതൊന്നും അല്ലെന്ന്. കോവിഡാണോ? അതൊരു കാലത്ത് നമ്മൾ പറഞ്ഞതാ. ഇപ്പൊ കോവിഡിനെ നമുക്ക് പേടിയുണ്ടോ? 3 വർഷം നമ്മൾ പേടിച്ചു. നിപ്പായാണോ പാസ്റ്ററെ? ഓ അല്ല. മനുഷ്യൻ അതിനൊക്കെ ഭയപ്പെടുന്നുണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. കോവിഡിനെയും നിപ്പായെയും പ്രളയത്തെയും ഒക്കെ മനുഷ്യൻ ഭയപ്പെടുന്നുണ്ട്. പക്ഷെ മനുഷ്യൻ ഭയപ്പെടുന്ന ഏറ്റവും വലിയ സംഗതികളൊന്നും കോവിഡും നിപ്പായും പ്രളയമൊന്നും അല്ലച്ചാ. അവൻ പോലും വിളിക്കാതെ, അവൻ പോലും ക്ഷണിക്കാതെ ഏത് സമയം അവൻ്റെ അടുക്കലേക്ക് വന്ന് കീറിപ്പിടിക്കുന്നൊരു മരണത്തിൻ്റെ വിത്തുണ്ട്. മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് മരണത്തെയാ. പക്ഷെ വേദപുസ്തകം ഇന്ന് രാത്രി പറയാം, നീ ഭയപ്പെടുന്ന മരണാധികാരിയായ പിശാചിനെ യേശു ജയിച്ച് പുറത്തു വന്നവൻ. യേശുവിൻ്റെ 3ാമത്തെ പ്രവൃത്തി മരണഭീതിയിൽ അടിമകളായിരുന്ന നമ്മെ വിടുവിച്ചതാണ്. യേശുവിന്റെ 3ാമത്തെ പ്രവൃത്തി. ഇന്ന് രാത്രി അഭിമാനത്തോടെ കരം ഉയർത്തിപ്പറ, മരണത്തെ ഞങ്ങൾ ഭയപ്പെടുകയല്ല. അതല്ലിയച്ച പെന്തക്കോസുകാരുടെ അടക്ക ശുശ്രൂഷയിൽ വിലാപത്തിന്റെ കരച്ചിലിന്റെ ശബ്ദമില്ലാത്ത തന്നെ മരണത്തെ നമുക്ക് പേടിയില്ല. മനസ്സിലാകുന്നവർക്കായി ഇഷ്ടപ്രോ കർത്താവ് ഞങ്ങൾക്ക് ദാനമായി തന്നൊരു തലമുറ. ഒത്തിരി പ്രാർത്ഥനയ്ക്ക് ശേഷം കിട്ടിയതാ. 6ാം മാസം ഞങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. ലേബർ റൂമിനകത്ത് എൻ്റെ വൈഫ് കിടക്കുമ്പോൾ ഞാൻ ലേബർ റൂമിനകത്ത് കയറി ചെന്നു. ഞങ്ങൾ രണ്ടുപേരും ശുശ്രൂഷയിൽ നിൽക്കുന്നവരാണ്. എന്നെക്കാൾ ശക്തമായിട്ട് പ്രസംഗിക്കുന്ന ഒരാളാണ് എൻ്റെ വൈഫ്. സ്തോത്രം. സാക്ഷിയൊക്കെ പറയുന്നത് വരുമ്പോൾ കൊണ്ടുവരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ 2 ദിവസത്തെ മീറ്റിംഗ് ആണ്. ബ്രാഹ്മണ പശ്ചാത്തലത്തിൽ നിന്നും പൂജ ചെയ്യുന്നൊരു പൂജാരിയുടെ മകളായി ജനിച്ച് വളർത്തപ്പെട്ടവളാണ്. എന്നാൽ തമ്പുരാൻ്റെ കൃപയാൽ രക്ഷിക്കപ്പെട്ട വിധമൊക്കെ ഭയങ്കര കേട്ടോ. സ്തോത്രം. ഞാൻ ആ സാക്ഷ്യത്തിലേക്ക് നിയോഗം ഉണ്ടെങ്കിൽ നായപ്പോൾ, ഇല്ലാത്ത പക്ഷം ഞാനത് തൊടുകയില്ല. സ്തോത്രം. നിൽക്കട്ടെ. ആമേ. സ്തോത്രം. അപ്പോൾ ഞാൻ എൻ്റെ വൈഫിൻ്റെ അടുക്കിലേക്ക് ഇറങ്ങി ചെന്നിട്ട് ഒരു ലേബർ റൂമിനകത്ത് കിടക്കുക. ആഗ്രഹിച്ചിട്ടൊരു സന്ധ്യ 6ാം മാസം നഷ്ടപ്പെട്ടു. സ്തോത്രം. കൊച്ചിനെ ഒരു കൊച്ച് പ്ലേറ്റിനകത്ത് 600 ഗ്രാമുള്ള ഒരു കൊച്ചിനെ കൊണ്ടു തന്നു. സത്യത്തിൽ ഹൃദയം തകർത്ത് കളഞ്ഞൊരു കാഴ്ചയാണ് കേട്ടോ. സ്തോത്രം. ഒറ്റവട്ടം ഞാൻ നോക്കിയോളൂ, പിന്നെ നോക്കാൻ എനിക്ക് പറ്റിയില്ല. ലേബർ റൂമിനകത്ത് കയറി ഞാൻ എൻ്റെ വൈഫിനകത്ത് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിച്ചിട്ട് ചോദിച്ചു, സ്തോത്രം, എന്നാടാ നിനക്ക് പ്രതികരിക്കാനുള്ളേ? പ്രാർത്ഥിച്ച് കിട്ടിയൊരു സന്തതിയാണ്, ദൈവം നഷ്ടപ്പെട്ടു, എന്നാ നിനക്ക് പ്രതികരിക്കാനുള്ളേ? അവൾ എന്നോട് പറഞ്ഞ വാക്ക് എന്നാ പറയുമ്പോൾ, കരഞ്ഞതല്ല, വിലപിച്ചതല്ല, നെഞ്ചത്തടിച്ചതല്ല. അവൾ എന്നെ നോക്കി പറഞ്ഞ, അച്ഛാ പ്രസംഗിക്കാൻ പോകുന്ന ഒരാളല്ലേ? അച്ഛൻ ഇയ്യോബിൻ്റെ പുസ്തകം വായിച്ചിട്ടില്ലേ അച്ഛാ? ദൈവം തന്നച്ചാ, ദൈവം എടുത്തു, ദൈവത്തിൻ്റെ നാമം അങ്ങ് വാഴ്ത്തപ്പെടട്ടെ എന്ന് വെച്ചാൽ മരണത്തെ പോലും ഭയപ്പെടാത്തതിൻ്റെ കാര്യം എന്നാണെന്നറിയാമോ? എൻ്റെ യേശു മരണത്തെ ജയിച്ചവനായതുകൊണ്ടാണ്. ഇന്ന് രാത്രി യോഗത്തിനകത്തിരിക്കുന്ന ദൈവമക്കളെ ഏറ്റവും വലിയ സന്തോഷം എന്നാണെന്നറിയാമോ? ഈ രാത്രിയിൽ ഈ യോഗത്തിൽ ഇവിടെ ഇരുന്ന് അറ്റാക്ക് വന്നാൽ സാരമില്ല വാസ്ത്രേ, ഞങ്ങളങ്ങ് സ്വർഗത്തിലോട്ട് കയറിപ്പോകുമെന്ന് അകം തിളയ്ക്കുന്ന പ്രത്യാശയുള്ള ദൈവമക്കൾക്കായി സ്തോത്രം. അത് പറഞ്ഞപ്പോൾ ചിലരുടെ മുഖമൊക്കെ അങ്ങ് വല്ലാണ്ട് കുനിഞ്ഞു. സ്തോത്രം. അറ്റാക്ക് വരുമോ പാസ്റ്റർ? പേടിക്കൊന്നും വേണ്ട, അറ്റാക്കൊന്നും വരികയില്ല. പ്രാർത്ഥിക്കുന്നു, ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. സ്തോത്രം. ഇനി അത് കേട്ട അറ്റാക്കൊന്നും വരാൻ നിൽക്കണ്ട. സ്തോത്രം. ചിലരുടെ അകത്ത് ഏറ്റവും വലിയ സന്തോഷം അറ്റാക്കോ പ്രളയോ കോവിഡോ നിപ്പായോ എന്നാ വേണേലും വരട്ടെ പാസ്റ്റേ, ഇതിൻ്റെ ലാസ്റ്റ് മരണമല്ലേ, അത് കഴിഞ്ഞാൽ ഞങ്ങളങ്ങ് കയറിപ്പോ. മരണത്തിനപ്പുറം മരണത്തിനപ്പുറം പുനർജനനമല്ല, മരണത്തിനപ്പുറം ഒരു പുനരുത്ഥാനമുണ്ടെന്ന് വെളിപ്പെടുത്തിയ യേശുവിനെ ആരാധിക്കാൻ ഭാഗ്യം കിട്ടിയ ദൈവമക്കൾക്കായി നന്ദിയോടെ ഞാൻ ദൈവത്തിന് സ്തോത്രം. മരണാധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി മരണഭീതിയാൽ അടിമകളായിരുന്ന നമ്മെ വിടുവിച്ച യേശുവിന്റെ മഹത്വം. വേമ്പാട്ടുകായലിലെ സി ബ്ലോക്ക് എന്ന് പറയുന്നൊരു പഞ്ചായത്തിനകത്ത് ഗോപിനാഥ് എന്ന് പറയുന്നൊരു മനുഷ്യനുണ്ട്. ഈ കടവിൽ നിന്നും അങ്ങേ കടവിലേക്ക് വള്ളം കടത്തിൽ അല്ലെങ്കിൽ വള്ളത്തിനകത്ത് ആൾക്കാരെ കൊണ്ടുപോകുന്നതാണ് അദ്ദേഹത്തിൻ്റെ ജോലി എന്ന് പറയുന്നത്. ഒരു ദിവസം 21 യാത്രക്കാരുമായി ഗോപിനാഥ്, ഇത് പത്രത്തിൽ വന്ന ഒരു വാർത്ത കൂടെ, കഥയൊന്നുമല്ല കേട്ടോ. സ്തോത്രം. ഗോപിനാഥ് എന്ന് പറയുന്ന മനുഷ്യന് ഈ കടവിൽ നിന്ന് അങ്ങേ കടവിലേക്ക് 21 യാത്രക്കാരുമായിട്ട് ഒരു ദിവസം യാത്ര ചെയ്യുക. യാത്രയുടെ മധ്യഭാഗത്ത് വെച്ച് വള്ളം മറിയാനിടയായി തീർന്നു. കാറ്റും കോളുമെല്ലാം പ്രതികൂലമായി വള്ളം മറിഞ്ഞു. വള്ളം മറിഞ്ഞപ്പോൾ വള്ളത്തിനകത്തുള്ള 21 യാത്രക്കാർ വെള്ളത്തിനകത്തെ കാണ്ടുപോയി. എന്നാൽ തൻ്റെ ഇടമുള്ള ഗോപിനാഥ്, മനഃശക്തിയുള്ള ഗോപിനാഥ്, മനക്കട്ടിയുള്ള ഗോപിനാഥ് വെള്ളത്തിനകത്ത് കാഴ്ന്നിറങ്ങി നീന്തലറിയാവുന്ന ഗോപിനാഥ് ഓരോരുത്തരെയായി രക്ഷിച്ച് ഇങ്ങേ കടവിലേക്ക് കൊണ്ടുവരാൻ തുടങ്ങി. ഓരോരുത്തരെയായി രക്ഷിച്ചു. 17 പേരെ രക്ഷിച്ച ഗോപിനാഥ് 18ാമത്തവരെ രക്ഷിക്കാൻ വീണ്ടും വെള്ളത്തിനകത്തെ കാണ്ടിറങ്ങി. എന്നാൽ ആ വെള്ളത്തിനകത്തെ കാണ്ടിറങ്ങിയ ഗോപിനാഥിനെ പിന്നെ ലോകം കണ്ടിട്ടില്ല. ബാക്കി 3 പേരോടുകൂടെ ഗോപിനാഥ് മരിപ്പാനിടയായി തീർന്നു. സ്തോത്രം. 1968 ഈ സംഭവം നടക്കുന്നത്. തൊട്ട് പിറ്റേ ദിവസത്തെ പത്രത്തിൽ ഗോപിനാഥിനെ വാനോളം പുകഴ്ത്തി ഇതര വാർത്തകളൊക്കെ വന്നു. നല്ലത്, ഗോപിനാഥിനെ പോലുള്ള ചെറുപ്പക്കാർ ഈ ട്രിവാൻഡ്രം ദേശത്തിലും എഴുന്നേൽക്കട്ടെ. മനഃശക്തിയുള്ള, നാടിനൊക്കെ അഭിമാനിക്കാൻ പറ്റുന്ന ചെറുപ്പക്കാർ ഈ നാട്ടിലും എഴുന്നേൽക്കട്ടെ. എനിക്ക് സന്തോഷമാണ്. പക്ഷേ ഞാനത് പറയാനല്ല വന്നേ.
അന്നത്തെ യാത്രയിൽ വള്ളം മറിയും എന്നൊരു ചിന്തയുണ്ടെങ്കിൽ ഗോപിനാഥ് അന്ന് യാത്ര ചെയ്യത്തില്ല. അന്നത്തെ യാത്രയിൽ ഒരു അപകടം മറഞ്ഞിരിപ്പുണ്ടെന്നൊരു മുൻകൂട്ടിയുള്ള ചിന്ത ഗോപിനാഥൻ ഉണ്ടായിരുന്നെങ്കിൽ ഗോപിനാഥ് ആ യാത്ര പോകത്തില്ല. എന്നാൽ ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയാം. തൊട്ട് പിറ്റേന്നലത്തെ വർഷം 1969 ഇതിനേക്കാൾ നല്ലൊരു പന്തലൊക്കെ ഇട്ട് ആ നാട്ടിലെ പ്രമുഖരെല്ലാം കൂടെ ചേർന്ന് ഗവൺമെന്റിന് അപ്ലൈ ചെയ്തിട്ട് ഗോപിനാഥിന് ഒരു മരണാനന്തര ബഹുമതി ചടങ്ങ് കൊടുക്കാൻ, ഒരു മരണാനന്തര ബഹുമതി കൊടുക്കാൻ അവർ നിശ്ചയിച്ചു. ഗോപിനാഥിന്റെ ഭാര്യ ശിവാനിയെ വേദിക്കകത്തേക്ക് വിളിച്ചു കയറ്റി വാനോളം പുകഴ്ത്തി നാട്ടുകാരും നേതാക്കന്മാരുമെല്ലാം ഗോപിനാഥിനെ അഭിമാനത്തോടെ ഇങ്ങനെയുള്ള ഗോപിനാഥുമാർ നമ്മുടെ ദേശത്ത് എഴുന്നേക്കട്ടെ എന്നൊക്കെ ആശംസിച്ച് ഭാര്യ ശിവാനിക്ക് 2 വാക്ക് പറയാൻ കൊടുത്തപ്പോൾ ആ സഹോദരി പറഞ്ഞ വാക്കാണ്, എന്റെ ഭർത്താവിനെ കുറിച്ച് നാട്ടുകാരെല്ലാം അഭിമാന പുരസ്കാരം പറഞ്ഞു, പക്ഷേ ഈ യാത്രയിൽ ഒരു അപകടം മറിഞ്ഞിരിപ്പുണ്ടെന്ന് എന്റെ ഭർത്താവിന് മുൻകൂട്ടി ഒരു ചിന്തയുണ്ടായിരുന്നെങ്കിൽ സാറേ എന്റെ ഭർത്താവെന്ന് യാത്ര ചെയ്യുകയില്ല, ഉറപ്പാണ്. ഇന്ന് രാത്രി അവിടെ നിർത്തിക്കൊണ്ട് ഞാനൊരു ദൂത് പറയട്ടെ. മരണം മുൻകൂട്ടി കാണാൻ ഗോപിനാഥിന് മനസ്സുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം യാത്ര ചെയ്യത്തില്ലെന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ ശിവാനിയുടെ വാക്കിനകത്ത് വ്യക്തമായിരുന്നെങ്കിൽ, മറുഭാഗം ഇന്ന് രാത്രി ഞാൻ പറയാം, മരണം സംഭവിക്കുമെന്ന് തന്നെ മനസ്സിലാക്കി ഉലക ചരിത്രത്തിൽ മാനവരാശിയെ വിടിവിക്കാൻ ഇറങ്ങി വന്ന ഒരുത്തനുണ്ടെങ്കിൽ അവൻ ഇന്ന് രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന നസ്രേനായ യേശു എന്ന് വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം. അവൻ മരണത്തെ തോൽപ്പിച്ചവൻ, യേശുവിന്റെ വലിയ പ്രവൃത്തി അതാണ്. കാരണം ഒന്ന് ചേർത്തടിച്ച് 1 മിനിറ്റ് കൂടെ ദൈവത്തിനൊന്ന് നന്ദി പറഞ്ഞ് ആത്മാവിന്റെ ഒരു ഭയങ്കര ദൈവശക്തി ഇന്ന് രാത്രി യോഗത്തിനകത്തൊന്ന് വെളിപ്പെട്ടു വരാ. ദേശമേ, മരണഭീതിക്കകത്ത് നീ ഭാരപ്പെടരുത്. യേശുവിന്റെ പ്രവൃത്തി മരണത്തെ അടിക്കുമ്പോഴാണ്. മരണഭീതിയിൽ ഇന്ന് രാത്രി നിങ്ങൾ ഭാരപ്പെടരുത്. യേശുവിന്റെ പ്രവൃത്തി ഇന്ന് രാത്രി മരണത്തെ അടിക്കുന്നതാണ്. മരണഭീതിക്കകത്ത് നീ ഭാരപ്പെടരുത്. യേശുവിന്റെ പ്രവൃത്തി ഇന്ന് രാത്രി മരണത്തെ അടിക്കുന്നതാണ്. എന്തിനാ മാസ്റ്ററേ ഇത്ര വില കൊടുത്ത് ഇങ്ങനെയുള്ള യോഗങ്ങൾ നടത്തുന്നത്? നിങ്ങളൊരു കൊച്ചു ഹോളിനകത്തിരുന്ന് ആരാധിച്ച പോരെ, അവിടെ കേക്ക് പ്രസംഗിച്ച പോരെ? എന്തിനാ ഈ 4 സൈഡിലേക്ക് ശബ്ദമുയർത്തി ഈ സന്ദേശം പറയുന്നത്? ഒറ്റക്കാര്യോ, മാനവരാശി പോലും ഭയപ്പെടുന്ന മരണത്തിന്റെ കെട്ടടിച്ചവനെ ദേശം അറിയണം. ക്രൂശിക്കപ്പെട്ടവനെ ദേശം അറിയണം. ജീസസ് ക്രൂശിക്കപ്പെട്ടവനെ അറിയണം. ക്രൂശിനകത്ത് പ്രധാനപ്പെട്ട 3 സംഗതികൾ. അത് പറയുന്നതിനേക്കാൾ മുമ്പ് സ്വസ്ഥാനങ്ങളൊന്നും എഴുന്നേറ്റ് ശരീരത്തിന് ആരോഗ്യവും ബലവുമുള്ള ദൈവമക്കൾ സ്വസ്ഥാനങ്ങൾ എഴുന്നേറ്റ്. ഒരു കാലഘട്ടത്തിൽ ദൈവസഭയെ ഉപദ്രവിച്ചുകൊണ്ട് നടന്ന മനുഷ്യൻ, പിന്നത്തേതിൽ സഭയ്ക്ക് ചുക്കാൻ പിടിക്കാൻ ഭാഗ്യം കിട്ടിയ മനുഷ്യൻ, ആ മനുഷ്യൻ സഭയോട്, ദേശത്തോട്, ലോകത്തോട് പങ്കുവെക്കുക, എനിക്കൊരുത്തനെ അറിയണം. ബെന്യാമിൻ ഗോത്രക്കാരൻ, അറിവുള്ളവൻ, ജ്ഞാനമുള്ളവൻ, സർട്ടിഫിക്കറ്റ് കരത്തിനകത്തിരിക്കുന്നവൻ, പണത്തിന്റെ ആസക്തിക്കകത്ത് വളർന്ന പൗലോസ് ലോകം കേൾക്കെ പറയുക, എനിക്കൊരു കാര്യമൊന്ന് അറിയണം. എന്റെ അറിവിന്റെ അകത്ത് എന്തെല്ലാം പരിമിതി വന്നാലും എനിക്ക് ഈ കാര്യം അറിയണം. എന്താ പൗലോസേ നിനക്കറിയേണ്ടിയത്? പൗലോസ് പറയുക, ക്രൂശിക്കപ്പെട്ട യേശുവിനെ അറിയണം. യേശുവിന്റെ ജനനം നീ അറിഞ്ഞെങ്കിൽ, യേശുവിന്റെ പ്രവൃത്തികളിൽ 3 കാര്യങ്ങൾ നീ അറിഞ്ഞെങ്കിൽ, ഇനിയും നിനക്കൊരു കാര്യം കൂടി അറിയണം. ക്രൂശിക്കപ്പെട്ട യേശുവിനെ നിനക്കറിയണം. അതെന്താ ക്രൂശിക്കപ്പെട്ട യേശുവിനെ അറിയണമെന്ന് പറയുന്നത്? 1 മിനിറ്റ് എന്നെ നോക്കിക്കോ. ഒന്നാമത്തെ കാര്യം ഞാൻ അടിവരയിട്ട് പറയാം അച്ഛാ, ക്രൂശിനകത്തൊരു ഭയങ്കര ദൈവസ്നേഹമുണ്ട്. റോമർ 5:8 പറയുന്നു, ക്രൂശിനകത്തുനിന്ന് എന്നാ ഒഴുകുന്നെന്നറിയാമോ? ദൈവസ്നേഹമാ ഒഴുകുന്നത്. സഹോദര, ഇന്ന് രാത്രിയിൽ നിന്നെ സ്നേഹിക്കാൻ ആരുമില്ല, നിനക്ക് സ്നേഹിക്കാൻ ആരുമില്ല എന്നൊരു ചിന്ത മനസ്സിനകത്ത് ഭരിക്കുന്നെങ്കിൽ ഇന്ന് രാവിലെ ഈ രാത്രി ദൈവം പറയുക, നിന്നെ സ്നേഹിച്ചവർ ക്രൂശിൽ തന്റെ സ്നേഹം വെളിപ്പെടുത്തിയവനാ. മനസ്സിലാകുന്നുണ്ടോ? ആമേൻ, സ്തോത്രം. അതെ, പിതാവ് തന്റെ പുത്രനെ മാനവരാശിക്ക് വേണ്ടി വിട്ടുതന്നതിന്റെ കാര്യം എന്നാണെന്നറിയാമോ? അവൻ ലോകത്തിലുള്ള മനുഷ്യനെ സ്നേഹിച്ചു എന്നതിന്റെ തെളിവാണ്. ദൈവം ലോകത്തെ സ്നേഹിച്ചതിന്റെ ഏറ്റവും വലിയ തെളിവ് കിട്ടിയ കാടപ്പക്ഷിയല്ല, കിട്ടിയ മന്നായല്ല, പാറയിലെ തേനല്ല. പിന്നെ അവൻ മാനവരാശിയെ സ്നേഹത്തെ പ്രദർശിപ്പിച്ചത് എങ്ങനെയാണെന്നറിയാമോ? അവൻ ക്രൂശിൽ തന്റെ പുത്രനെ തകർത്തുകൊണ്ടാണ് മാനവരാശിയെ താൻ സ്നേഹിച്ചു എന്ന് വെളിപ്പെടുത്തിയത്. ലോകം ഏറ്റവും കൂടുതൽ സൗന്ദര്യവതി എന്ന് വാഴ്ത്തിയവൻ പേര് ക്ലിയോപാട്ര. എന്നാൽ ക്ലിയോപാട്രയുടെ അന്ത്യത്തിൽ, ലോകം ഏറ്റവും കൂടുതൽ സൗന്ദര്യവതി എന്ന് വാഴ്ത്തിയ ക്ലിയോപാട്രയുടെ അന്ത്യത്തിൽ തന്റെ ആത്മഹത്യ കുറിപ്പിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന വാക്ക്, എന്നെ സ്നേഹിപ്പാൻ ആരുമില്ല. പണത്തിൽ ജീവിച്ച ക്ലിയോപാട്ര, ലോകം ഏറ്റവും കൂടുതൽ സൗന്ദര്യവതി എന്ന് വാഴ്ത്തിയ ക്ലിയോപാട്ര
തന്റെ മരണത്തിനു മുമ്പ് ആത്മഹത്യ കുറിപ്പായി എഴുതി വെച്ചിരിക്കുക, എന്നെ സ്നേഹിപ്പാൻ ആരുമില്ല. പണം കൊടുത്താൽ നിനക്ക് എന്നാ വേണേലും കിട്ടും, പക്ഷെ സ്നേഹം കിട്ടണമെങ്കിൽ ഹൃദയങ്ങൾ തുറക്കപ്പെടണം. ഇന്ന് രാത്രി യേശു പറയുക, നീ അനാഥനല്ല, നിന്നെ സ്നേഹിക്കാൻ ഒരുത്തനുണ്ട്. എത്ര പേർക്ക് ഇന്ന് രാത്രി സന്തോഷമുണ്ട്? വീട്ടിൽ ദാരിദ്ര്യാവാസ കടവും കടത്തിന്മേൽ കടവുമാ, പക്ഷെ ഇന്ന് രാത്രി ക്രൂശിൽ എനിക്കൊരു സ്നേഹമുണ്ടെങ്കിൽ ആ ക്രൂശിക്കപ്പെട്ട യേശുവിനെ എനിക്കൊന്നറിയണോ? ഒരു കവി എഴുതി വെച്ചിരിക്കുകയാണ്, ആകാശത്തിലെ പാളികളെല്ലാം കടലാസുകളാകട്ടെ, വൃക്ഷലതാദികളെല്ലാം തൂവലകളായി മാറട്ടെ, ഈ ഭൂമിയിലെ സകല വെള്ളവും മഷിയായി തീരട്ടെ, എങ്കിലും ദൈവ സ്നേഹത്തെ എഴുതി തീർക്കാൻ എനിക്ക് ആയുസ് പോരാ. എന്ന് വെച്ചാൽ ദൈവ സ്നേഹത്തെ വർണ്ണിക്കുക ഒരു മനുഷ്യന്റെ വാക്കുകൾക്ക് കഴിയുമല്ല. ആ സ്നേഹത്തെ മനസ്സിലാക്കുന്ന ദൈവമക്കളുണ്ടെങ്കിൽ ഒരുമിച്ച് കരമൊന്ന് ഉയർത്തിപ്പിടിച്ചപ്പോയേ, ക്രൂശിലെ സ്നേഹത്തെ എനിക്കൊന്നറിയണോ? ക്രൂശിക്കപ്പെട്ട യേശുവിനെ എനിക്കറിയണോ? യേശുവിന്റെ ജനനം എനിക്കറിയണോ? യേശുവിന്റെ പ്രവൃത്തികൾ എനിക്കറിയണോ? ആ പ്രവൃത്തിയും മിരാപ്രിയിൽ എനിക്ക് വേണ്ടി വെളിപ്പെട്ടു വരും എന്ന് വിശ്വസിക്കുന്നവർ കരങ്ങൾ താത്തിട്ട് കരങ്ങളെ ചോർത്തടിച്ച് ഒരു മിനിറ്റ് ശക്തിയോടെ